ഭഗവാൻ ഇവിടെ പറയുന്നത് മനുഷ്യ പാർത്ഥ സർവശഃ മമ വർത്തമാനു വർത്തന്തെ. ഇവിടെ എല്ലാ മനുഷ്യന്മാരും എന്റെ മാർഗത്തെയാണ് പിന്തുടരുന്നത്. എല്ലാവരും. അപ്പൊ എല്ലാവരും കർമ്മം ചെയ്യുന്നത്, എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം എന്റെ മാർഗത്തെ തന്നെയാണ് പിന്തുടരുന്നത്. ഇതെങ്ങനെയാ ശരിയാവുക? ഇപ്പൊ ഇവിടെ ഒരാളൊരു കൊലപാതകം ചെയ്യുന്നത്, അതെ, ഭഗവാന്റെ ഈ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ്. മമ വർത്തമ അനുവർത്തന്തേ. എല്ലാവരും എന്റെ മാർഗത്തെ. ഒരാൾ പോക്കറ്റ് അടിക്കുന്നുവെങ്കിൽ, ഒരാൾ കൊലപാതകം ചെയ്യുന്നുവെങ്കിൽ, എല്ലാം, ഒരാൾ ഗീതാജ്ഞാനം നടത്തുന്നുവെങ്കിൽ എല്ലാം എന്താണ്? എന്റെ മാർഗത്തെയാണ്. ഏതാ ഭഗവാന്റെ മാർഗം? ഭഗവാന്റെ മാർഗം ഏതാണ് എന്നൊരാൾ ചോദിച്ചാൽ അതിന്റെ പേര് ആനന്ദമാർഗം എന്നാണ്. ആനന്ദമാണ്, പരമാനന്ദം. അതിനെയാണ് ഓരോരുത്തരും ഓരോ പ്രകാരത്തിൽ കിട്ടും എന്ന് കരുതി ഓരോന്ന് ചെയ്യുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ആനന്ദം, സുഖം, പരമാനന്ദം. ഒരു കള്ളൻ മോഷണം നടത്തുന്നതും ഒരുവനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നതും എല്ലാറ്റിന്റെയും പിറകിലെ ഉദ്ദേശം തനിക്ക് എന്നും നിലനിൽക്കണം. യാതൊരു അലോസരങ്ങളും ഉണ്ടാവാൻ പാടില്ല. താൻ അങ്ങനെ പരമാനന്ദം എന്നൊന്നും അദ്ദേഹത്തിന് പേര് കൊടുക്കുന്നില്ല. പിന്നെയോ അതിന് ആരെങ്കിലുമൊക്കെ തടസ്സം ആണ് എങ്കിൽ അവനെ ഇല്ലായ്മ ചെയ്യുക, ഇത്യാദി കാര്യങ്ങളൊക്കെയാണ്. ഇതിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞാലോ? അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നാരായണ ഗുരുദേവന്റെ വാക്കുകൾക്ക് പ്രസക്തി എന്ന് പറയാം. എന്താ പറയണത്? അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന് സുഖത്തിനായി വരേണം എന്നാവുമ്പോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ആധ്യാത്മികതയുടെ അടിസ്ഥാനം അതാണ്. അവനവന്റെ ആത്മസുഖത്തിനായിട്ടാണ് ഞാനൊരു സിഗരറ്റ് വലിക്കുന്നതെങ്കിൽ അതും അപരന് സുഖത്തിനായി വരണം. ഇതാണ് സ്വാതന്ത്ര്യത്തിന്റെ കാതലായ വശം. അല്ലാതെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ തോന്നിയത് ചെയ്യലല്ല. അതിന് സ്വാമിജി പറയും തോന്നിവാസം എന്നാ. തോന്നിയത് ചെയ്യുന്നതല്ല സ്വാതന്ത്ര്യം. തോന്നുന്നത് ചെയ്യാതിരിക്കലാണ് സ്വാതന്ത്ര്യം. എനിക്ക് തോന്നുന്നതെല്ലാം ചെയ്യലല്ല. അപ്പൊ മമ വർത്തമ അനുവർത്തന്തേ, എന്റെ മാർഗത്തെ പിന്തുടരുന്നു. എല്ലാവർക്കും ആ സത്യത്തിൽ എത്തിച്ചേരണം. എല്ലാവരുടെയും ആഗ്രഹം അതാ. അതിനായിക്കൊണ്ട് എല്ലാവരും നിരന്തരം കർമ്മം ചെയ്യുന്നു. പക്ഷെ പലരും പല വഴികളിലൂടെയാ പോകുന്നത്. വഴി അറിയില്ല. മാർഗം, ലക്ഷ്യമുണ്ട്. ലക്ഷ്യത്തിന് പേരൊന്നും ചൊല്ലിയിട്ടില്ല. ഏതജ്ഞാനിക്കും അറിയാം ശാന്തനായി സുഖിമാനായി എന്നും ഉള്ളവനായി നിലകൊള്ളണം എന്നൊക്കെ. എല്ലാവർക്കും ആവശ്യമുണ്ട്. ഈ എബ്രഹാം ലിങ്കൺ കുട്ടികളെയായിട്ട് പോകുന്ന സമയത്ത് 2 കുട്ടികളും കരയുകയാണത്ര. 2 കുട്ടികളുണ്ട്, കരയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, എന്തിനാ കുട്ടികൾ കരയുന്നത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എന്റെ കയ്യിൽ 3 ചോക്ലേറ്റ് ഉണ്ട്. അത് ഇവർക്ക് ഓരോരുത്തർക്കും 2 വേണം എന്നാണ്. ഇതാണ് ലോകത്തിന്റെയും പ്രശ്നം എന്ന് അദ്ദേഹം പറയാം. അദ്ദേഹം പറയുന്നത് ലോകത്തിന്റെ പ്രശ്നമാണ് ഇവരുടെയും പ്രശ്നം. അതെന്താണ്? എന്റെ കയ്യിൽ 3 ഉണ്ട്, ഇവർക്ക് ഓരോരുത്തർക്കും 2 വേണം. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ ഒരിക്കലും ശാന്തി എന്നൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് എന്താണ്? അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ ശാന്തി എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ആ 2 എനിക്കത് കിട്ടണം. 2 കിട്ടിയാൽ എനിക്ക് സന്തോഷമാവും. അപ്പൊ എനിക്ക് വേണം 2. അതേ സമയത്ത് അവനും വേണം എന്ത്? 2. ആകെയുള്ളതോ 3. അതുകൊണ്ട് എല്ലാവരും എന്റെ മാർഗത്തെ തന്നെയാണ് പിന്തുടരുന്നത് എന്ന് പറയുമ്പം അതിന്റെ സൂക്ഷ്മമായ വശം ആനന്ദമാണ് ഏവർക്കും വേണ്ടത്. അതിനുവേണ്ടി അവർ ഓരോരോ പ്രകാരത്തിൽ പ്രവൃത്തികളെ ചെയ്യുന്നു. അവർക്ക് മാർഗം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയാം. തുടർന്ന് ഉത്സീദേയുരിമേ ലോകാഃ ന കുര്യാം കർമ്മ ചേദഹം സങ്കരസ്യ ച കർത്താസ്യാം ഉപഹന്യാമി മാ പ്രജാഃ. ഭഗവാൻ വീണ്ടും പറയുന്നു, ഉത്സീതേ യുരിമേ ലോകാഃ ന കുര്യാം കർമ്മ ചേത് അഹം സങ്കരസ്യ ച കർത്താ സ്യാം ഉപഹന്യാം ഇമാഃ പ്രജാഃ.
അഹം കർമ്മ കുര്യാം ന ചേത്, ഞാൻ കർമ്മം ചെയ്യുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇമേ ലോകാഹ ഉത്സീദേയുഹു, ഈ ജനങ്ങൾ തന്നെ നശിക്കും എന്ന് പറയാം. ഭഗവാൻ കർമ്മമൊന്നും ചെയ്യുന്നില്ല എന്ന് വന്നാൽ ജനങ്ങൾ, ഈ ലോകം മുഴുവൻ നശിക്കും. എന്തുകൊണ്ടെന്നാൽ സങ്കരത്തിന്, സങ്കരം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥയില്ലായ്മയ്ക്ക്, ഈ വ്യക്തത ഇല്ലായ്മയ്ക്ക് അഹം കർത്താസ്യാം, ഞാൻ അതിന്റെ കർത്താവായി ഭവിക്കും. എന്തൊരു ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത്, നമ്മളോട് പറയുന്ന. അതുകൊണ്ട് നമുക്ക് തോന്നാറുണ്ട്, ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന നിങ്ങളുണ്ടല്ലോ, നിങ്ങളിൽ പലരും സ്വാമിജിയിൽ നിന്ന് തന്നെ കേട്ടിട്ടുള്ളവരുണ്ടാവും, നന്നായി അറിയുന്നവരുണ്ടാവും, നന്നായിട്ട്. പക്ഷെ നിങ്ങൾ വന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് മറ്റു പലരും നിങ്ങളെ നോക്കുന്നുണ്ട്. യദ്യത് ആചരതി ശ്രേഷ്ഠ എന്നുള്ളതുണ്ടല്ലോ, അതിവിടെ ഈ യജ്ഞശാലയിലും അതൊരു മാതൃകയാണ്. ഇന്നെന്ന ആളുകളൊക്കെ വരുന്നുണ്ട്, വളരെ തിരക്കുള്ളവരാണല്ലോ അവരൊക്കെ ഇതിന് എത്ര ശ്രദ്ധ കാണിക്കുന്നു, അപ്പോ ഞാനും പോകണം. നമ്മളെ സംബന്ധിച്ച് എന്താ, എനിക്കിതൊക്കെ അറിയാം, ശരി, ഒന്നുകൂടെ കേൾക്കുന്നു. അതേ സമയത്ത് നമ്മൾ എന്താണ്, അവർക്ക് മാതൃകയും കൂടിയാണ്. അങ്ങനെ ഞാൻ അതിന്റെ കർത്താവായി ഭവിക്കും. ഏതിന്റെ? നാശത്തിന്റെ കർത്താവ്. ഇനി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരെ തടയുകയാണെങ്കിലോ അവരുടെ നാശത്തിനും എന്റെ നാശത്തിനും ഞാൻ തന്നെയാണ് വഴിവെക്കുന്നതെന്ന് പറയാം. അപ്പം ആ നാശത്തിന്റെ കർത്താവാകുന്ന എനിക്ക് എന്താ, ഇമാ പ്രജാഹ, മാത്രമല്ല ഈ പ്രജകളെല്ലാം, ജനങ്ങളെ ഉപഹന്യാം ച, ഞാൻ അവരെയൊക്കെ നശിപ്പിക്കുന്നവരായും ഭവിക്കും. അപ്പൊ പിന്നെ എന്റെ പേര് ജനാർദ്ദനൻ എന്നുള്ളതൊക്കെ മാറ്റേണ്ടി വരും. ജനങ്ങൾക്ക് മുഴുവൻ ക്ഷേമത്തെ നൽകുന്നവനെന്നും മറ്റുള്ള എന്റെ പേരുകളുണ്ടല്ലോ, അതൊക്കെ മാറ്റേണ്ടി വരും. ഇതൊക്കെ നമ്മളോടുള്ളതാണ്. എന്തു വേണം നമ്മൾ? അതുകൊണ്ട് നമ്മൾ വളരെ മാതൃകാപൂർവമുള്ള കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരായിരിക്കണം. നമ്മുടെ കരചരണങ്ങളിൽ അതീവ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. നോക്കുക, നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ഭഗവാൻ വിസ്തരിക്കുകയാണ്. സത്താ കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസ് തഥാ സക്തഃ ചികീഷുർലോക സംഗ്രഹം. സക്താ കർമ്മണ്യ വിദ്വാംസഃ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാംസഃ തഥാ സക്തഃ ചികീർഷുഃ ലോകസംഗ്രഹം. അല്ലയോ അർജുന, ഹേ ഭാരത, കർമ്മണി സക്താഹ അവിദ്വാംസഃ, കർമ്മണി കർമ്മത്തില്, സക്താഹ ആസക്തിയുള്ള, അവിദ്വാംസഃ അജ്ഞാനികൾ, മൂഢന്മാർ. അവരേത് പ്രകാരത്തിലാണോ യഥാ കുർവന്തി കർമ്മങ്ങളെ ചെയ്യുന്നത്. അപ്പൊ ജ്ഞാനിയുടെ കർമ്മവും അജ്ഞാനിയുടെ കർമ്മവും ദൃഷ്ടിയിൽ എങ്ങനെയാണ് അറിയാം. തഥാ വിദ്വാൻ, അതേപോലെ തന്നെ അപ്രകാരം വിദ്വാൻ, അസക്തഃ സംഘമില്ലാത്തവനായി, ഫല അപേക്ഷ കൂടാത്തവനായി, ലോകസംഗ്രഹം, അവന്റെ മുൻപിലുള്ളത് ലോകത്തിന്റെ സംഗ്രഹമാണ്, ലോകത്തിന്റെ സുസ്ഥിതിയാണ് എന്ന് പറയാം. ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിനോടുള്ള തന്റെ ഉത്തരവാദിത്വം നിറവേറ്റൽ. അത് മുൻനിർത്തിയിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ചികീർഷുഹു, ചികീർഷുഹു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ ആഗ്രഹമുള്ളവനായിക്കൊണ്ട്, കുര്യാ ഭഗവാൻ ഇവിടെ പറയുന്നത് ചെയ്യണം എന്നാണ്, വിധിയാണ്. ചെയ്യേണ്ടതാണ്. അപ്പൊ ജ്ഞാനിയും അജ്ഞാനിയും കർമ്മം ചെയ്യുന്നു. അജ്ഞാനി ആസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നു, ജ്ഞാനിയോ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് ജ്ഞാനി കർമ്മം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ പല ആശുപത്രികളുണ്ടല്ലോ അല്ലേ, പേര് ധർമാശുപത്രി എന്നാണ്. ധർമാശുപത്രി എന്നൊക്കെ പേരുണ്ടാവും ചിലപ്പോൾ, പക്ഷെ അവിടെ ഒരു ധർമ്മം ഉണ്ടാവുകയെന്ന് വരില്ല. ഇപ്പൊ പലർക്കും ആശുപത്രി തുടങ്ങാം. ഇപ്പൊ ഒരു ആശുപത്രി, ഒരു വിദ്യാലയം, ഒരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. അതായത് 3 പേര് ഒരു കുന്നിന്റെ മുകളിൽ പണിയെടുക്കുക. അപ്പൊ ഒരാൾ വന്ന് അന്വേഷിക്കും ഈ ജ്ഞാനിയുടെ കർമ്മവും അജ്ഞാനിയുടെ കർമ്മത്തെക്കുറിച്ച് പറയുന്നതാണ്. ഒരാൾ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഒന്നാമൻ പറയും, ഞാൻ എന്റെ അരിയുടെ കാശുണ്ടാക്കുകയാണ്. ശരി. പിന്നെ രണ്ടാമത്തെ മറ്റേ ആളോട് ചോദിക്കാം. അപ്പൊ അവര് കല്ല് ചെത്തുകയാണ്.
വേറെ ആളോട് ചോദിക്കും. രണ്ടാമനോട് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ എന്റെ മരുന്നിന് കാശുണ്ടാക്കുക, എന്റെ ഭാര്യയ്ക്ക് മരുന്നിന് കാശുണ്ടാക്കുക. മൂന്നാമനോട് ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യുന്നു? അപ്പൊ അവൻ പറയും, ഞാനൊരു സരസ്വതി ക്ഷേത്രം നിർമ്മിക്കുകയാണ്. 3 പേർക്കും കൂലി 150 രൂപയാണ്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ല് ചെത്തിയാൽ. ഒരുവൻ ഞാൻ അരിയുടെ കാശുണ്ടാക്കുന്നു, മറ്റവൻ ഭാര്യയ്ക്ക് മരുന്നിന് കാശുണ്ടാക്കുന്നു, മൂന്നാമൻ സരസ്വതി ക്ഷേത്രത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. മൂന്നാമനെ സംബന്ധിച്ച് എന്താണ് താൻ ചെയ്യുന്നത്? താൻ അതിൽ വ്യാപൃതനാണ്. മറ്റേത് വൈകുന്നേരം കാശ് വന്നുകൊള്ളും, പക്ഷെ തനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന് പറയാം. അപ്പൊ ഈ ഒരു സരസ്വതി വിദ്യാലയത്തിന്റെ നിർമ്മാണത്തിൽ തനിക്കും ഒരു പങ്കുണ്ട്. ഇതാണ് ലോകസംഗ്രഹം ചികീർഷവും. നമുക്കൊക്കെ ഈ ഒരു ഭാവം എത്രയോ പേർക്കുണ്ട്, നിങ്ങൾക്കൊക്കെ ഉണ്ടാകാം, ഇല്ല എന്നല്ല, ഭഗവാൻ പറയണം. ഇപ്പൊ ചിലരെയൊക്കെ ചില ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊക്കെ മുൻപ് പല അനുഭവങ്ങളുണ്ട്. 5 മണി അവരുടെ സമയമാണെങ്കിലും 5:30, 5:45 വരെയൊക്കെ നമുക്ക് വേണ്ടി അവരിയ്ക്കും, നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട്. ചിലർ നമ്മൾ പ്രശ്നങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അതൊക്കെ സാറേ ഇങ്ങനെ ഞാൻ കുറെ കേട്ടതാണ് എന്നും പറഞ്ഞ അവർ 4:45 തന്നെ ബാഗും എടുത്ത് ഇല്ലേ അവര് പോകുന്നു പറയാം. ഇപ്പൊ ദേശീയഗാനം സ്കൂളിൽ ചൊല്ലുന്ന സമയത്ത് എല്ലാവരും കുട്ടികൾ ദേശീയഗാനം ചൊല്ലുന്ന സമയത്ത് എങ്ങനെ ഇരിക്കണം എന്നൊക്കെ ഒരു നിയമമുണ്ട്. പക്ഷെ ആ സമയത്ത് ടീച്ചർ കണ്ണാടി നോക്കി ബാഗൊക്കെ ശരിയാക്കുകയാണെങ്കിലോ, എന്നിട്ട് ദേശത്തെക്കുറിച്ചാണ് പിറ്റേ ദിവസത്തെ ക്ലാസ്, പാട്രിയോട്ടിസത്തിന്റെ ടീച്ചറാണ്, പക്ഷെ ചെയ്യുന്നത് ഇതാണ്. അപ്പൊ അങ്ങോട്ട് ഏശില്ല എന്ന് പറയാം. അപ്പം 2 പേരുടെ കർമ്മങ്ങൾ, ജ്ഞാനിയാവട്ടെ അജ്ഞാനിയാവട്ടെ, അതില് ഭാവനയെ കുറിച്ച് പറയുന്നു ഭഗവാൻ. ഒന്നില് ശക്തി, ഒന്നില് ആസക്തി. അതില് ലോകസംഗ്രഹം എന്നതിനെ ചികീർഷു, ചെയ്യാൻ ഉള്ള ആ ഇച്ഛയോട് കൂടിയിട്ട് അവൻ കുര്യാത് ചെയ്യണം. നമ്മളോട് പറയുന്നു അങ്ങനെ ചെയ്യണം, ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ, നിങ്ങളാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. നിങ്ങളുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്ത് നിങ്ങൾ നോക്കിയാൽ മതി എന്തൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന്. വിനോബാജി പറയും, നമുക്ക് നമ്മൾ നടക്കുന്ന മുറ്റമൊക്കെ ഒന്ന്, നമ്മൾ നടക്കുന്ന വഴിയോരം ഒന്ന്, പണ്ടൊക്കെ ഈ ഇടവഴികള് വീട്ടിന്റെ മുറ്റവും പിന്നെ അവരൊരു കുറച്ച് ദൂരം അങ്ങോട്ട് അടിച്ചു വാരും. വീട്ടിന്റെ മുറ്റം അടിച്ചു കഴിഞ്ഞിട്ട് ആ അമ്മ ആ റോഡിലും കുറേം കൂടെ അങ്ങോട്ട് അടിക്കും. അപ്പൊ അപ്പുറമുള്ളവര് വന്നിട്ട് ഇതിന്റെ അതുവരെ അടിക്കും. അങ്ങനെ അടിച്ചിട്ടൊരു ഏകദേശ റോഡൊന്നും അങ്ങോട്ട് വൃത്തിയാകാറുണ്ട് പണ്ടൊക്കെ. ഇപ്പൊ അതിന്റെ ജോലി വേറെ ആൾക്കാണ് അല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ ഒരാളിങ്ങനെ പഴം കഴിച്ചിട്ട് അതിന്റെ തൊലി താഴെ ഇട്ടു. അപ്പൊ വേറൊരാൾ പറഞ്ഞു, നോക്കൂ അത് ആരെങ്കിലും ചവിട്ടി വീഴില്ലേ. അപ്പൊ ഭാര്യയ്ക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല ഈ ചെയ്ത ആളുടെ. പിന്നെ അദ്ദേഹം പോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ വെള്ളം എടുക്കാൻ വേണ്ടി കുപ്പി ഇദ്ദേഹത്തിനും എടുത്ത് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് ഇദ്ദേഹം തന്നെ അങ്ങോട്ട് പോകുമ്പോൾ വീണു പട്ടായെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭാര്യ പറയാം, ഓ വല്ലാത്തൊരു കരിനാക്കുള്ള മനുഷ്യൻ, ആര് ആ തൊലിയിട്ടവൻ. ഇതാണ് കാര്യം. ഒന്നാലോചിക്കും, നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് പറയും. ആദ്യം നമ്മുടെ പരിസരത്ത്, നമ്മുടെ വീട്ടില്, ആദ്യം നമുക്ക് വീട്ടിൽ തുടങ്ങാം. ഒരു ദിവസം വീട്ടിലെ ജോലിക്കാരി വന്നിട്ടില്ലെങ്കിൽ എന്താ നമ്മള് എന്തൊക്കെയാ പറയുക, വരട്ടെ അവള്, അല്ലെങ്കിൽ മഹാകള്ളത്തിയാവൂ, നാക്കെടുത്താ നുണയെ പറയും. നമ്മളാണെങ്കിലോ എന്റെ അമ്മോ, നാക്കെടുത്താൽ സത്യം വധിച്ചിരിക്കുക, സത്യത്തെ പറയലല്ല. വരട്ടെ, വരും നാളെ ഓരോ കാരണം. എന്നോട് ചോദിക്കും പഴയ സാരി അത് ഇത്, ഞാൻ കൊടുക്കും. എന്താ, നമുക്ക് എന്തോ കുറച്ച് സംഗതികളൊക്കെ ചെയ്യാനുണ്ട്, അത് വന്നില്ല അവര്. എന്നാ ഇതൊരവസരമല്ലേ കണക്കാക്കി നമുക്ക് തന്നെ അങ്ങോട്ട് ചെയ്തുകൂടെ? നമ്മൾ ആലോചിക്കുമോ? അവർക്കും പാവം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ കുട്ടിക്ക് അസുഖമായിരിക്കും, അല്ലെങ്കിൽ അമ്മയ്ക്ക് അസുഖം ഉണ്ടാവും, കൊണ്ടുപോയിട്ടുണ്ടാവും. എന്തെങ്കിലും നമ്മളൊരു അറ്റൻഷൻ, എന്റെ ആവശ്യം, എന്റെ സഹായം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമോ? എങ്ങനെയാ അതറിയാം അവൾക്ക് എന്താ പ്രശ്നമെന്ന്? ഒന്നുമല്ല.
മഹാകള്ളന്മാര്, കളവ് പറയുന്നവര്, ഇങ്ങനെ ഒഴിവ് കഴിവുകൾ പറയുന്നവര്, ആലസ്യമുള്ളവര്, മടിയന്മാര്, ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടും. ഞാനോ അയ്യോ, എന്നാ പിന്നെ എനിക്കിവിടെ ഇങ്ങനെ ഒരു ജോലിക്കാരിയുടെ ആവശ്യം തന്നെ ഇല്ലല്ലോ, അല്ലേ? ഇവ നിങ്ങളെ വീട്ടിൽ ജോലിക്കാരെ വെക്കണ്ട എന്നല്ല, പക്ഷെ ഒരു ദിവസം അവർ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ മനോഭാവം എന്താണ്? ഇത് നമ്മളൊന്ന് സ്വയം വിലയിരുത്തുന്നത് നല്ലതാണ്. അവർ പറഞ്ഞത് സത്യസന്ധമാണോ അല്ലെങ്കിൽ അതിൽ കളവുണ്ടോ എന്നൊക്കെ നമ്മൾ എന്തിനാ മറ്റൊരാളെ അവിശ്വസിക്കുന്നത്? ആലോചിക്കൂ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വീട്ടിൽ തുടങ്ങാം ഈ വക കാര്യങ്ങളൊക്കെ. ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക്, ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക്. പിന്നെ നമുക്ക് നമ്മുടെ കോളനിയിലേക്ക് വ്യാപിപ്പിക്കാം. നിങ്ങൾക്ക് ഈ ആശയമൊക്കെ ഇപ്പൊ എന്താ സത്സംഗം അത് ഇതൊക്കെ ഉണ്ടല്ലോ. കോളനികൾ തോറും എന്താ യോഗം ഇല്ലേ? ഫ്ലാറ്റിലാണെങ്കിൽ ഫ്ലാറ്റിന്റെ യോഗമുണ്ട്. മാസത്തിൽ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വലിയ 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 കാര്യങ്ങളൊക്കെ പറയുന്നു. കൂട്ടത്തിൽ നിങ്ങൾ അല്ല എനിക്ക് തോന്നുന്നു എന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ. എല്ലാവരും അതൊക്കെ വലിയ സന്തോഷമായിരിക്കും എല്ലാവർക്കും. ഇതിപ്പോ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കതൊന്നൊക്കെ മാറ്റാന്ന് പറയാം. എന്നിട്ടോ ഈ ഗീതയിൽ 3-ാം അധ്യായത്തിൽ പറയുന്ന നാം കേന്ദ്രമായിക്കൊണ്ട് നാം ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. അതായത് നമ്മുടെ കയ്യിൽ ഒരാശയം ഉണ്ടെങ്കിൽ ആ ആശയത്തെ, അതായത് ഒരറിവ്, ആ അറിവ് നമ്മുടെ ഇതിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ അറിവിനെ കൈമാറ്റം ചെയ്തവരാണ്. അതുകൊണ്ടാണ് ഇതിനെ ശ്രുതി എന്നൊക്കെ പറയുന്നത്. ശ്രവണ പരമ്പരയാ നിലനിന്നത്. ഇന്നും നമ്മളിത് ചർച്ച ചെയ്യുന്നില്ല. എത്രയോ വർഷങ്ങൾക്ക് പിറകില് ഇത് ജാതമായതാണ്. ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടതിലൂടെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ നമുക്കൊരു ആശയം ഉണ്ടെങ്കിൽ ആ ആശയത്തെ നമ്മൾ കൈമാറ്റം ചെയ്യാം. മറ്റൊരാളുമായിട്ട് കൈമാറ്റം ചെയ്യുമ്പോഴോ അത് അധികരിക്കും. അയാളുടെ ആശയം കൂടെ കിട്ടും. അപ്പൊ എത്ര ആശയം? എനിക്ക് 2 ആശയം ഇല്ലേ? അതല്ല, നമ്മുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ട്, മറ്റേ ആളുടെ കയ്യിൽ 100 രൂപ ഉണ്ട്. ഈ 100 രൂപയും പരസ്പരം മാറിയാൽ 200 കിട്ടുമോ ഓരോരുത്തർക്ക്? ഇല്ല. കൈ മാറാഞ്ഞാൽ നശിക്കുകയുള്ളൂ. കൈമാറ്റം ചെയ്യപ്പെടാത്ത വിദ്യ നശിക്കും. വിദ്യ നശിക്കണമെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടാതിരുന്നാൽ മതി. പല ഒറ്റമൂലികളും, പല ഒറ്റമൂലി, അതുപോലെ പലതുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ചിലതൊന്നും ആരും പുറത്ത് വിടില്ല. പക്ഷെ ചിലതൊക്കെ താവഴിയ അങ്ങനെ പോകുന്നു. അങ്ങനെയുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ചില സംഗതികളൊക്കെ ഇങ്ങനെ പുറത്ത് വരും. ഇപ്പൊ പയ്യന്നൂർ പവിത്രമോതിരം, അതൊരു കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു കണ്ടെത്തല. അതിലൊരു കുടുംബപരമായിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ അതെല്ലായിടത്തും കിട്ടുമായിരിക്കാം. അതുപോലെ ആറന്മുള കണ്ണാടി ഒരു സമയത്ത് ഒരു ആളുകൾ ആവിഷ്കരിച്ച് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. പക്ഷെ അത് ചില വിദ്യകളൊക്കെ ചിലർ കൈമാറ്റം ചെയ്യേയില്ല, ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഇതങ്ങനെയല്ല. അപ്പൊ നമുക്ക് തോന്നുന്ന ഒരാശയത്തെ നമുക്ക് പങ്കുവയ്ക്കാമെന്ന് പറയാം. പങ്കുവയ്ക്കുന്നതിലൂടെ അത് അധികരിക്കും, നിലനിൽക്കും. കൈമാറ്റം ചെയ്യപ്പെടാത്ത വിദ്യ നശിക്കും. വിദ്യ നശിക്കണമെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെടാതിരുന്നാൽ മതി. പല ഒറ്റമൂലികളും, പല ഒറ്റമൂലി, അതുപോലെ പലതുണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ചിലതൊന്നും ആരും പുറത്ത് വിടില്ല. പക്ഷെ ചിലതൊക്കെ താവഴിയ അങ്ങനെ പോകുന്നു. അങ്ങനെയുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ചില സംഗതികളൊക്കെ ഇങ്ങനെ പുറത്ത് വരും. ഇപ്പൊ പയ്യന്നൂർ പവിത്രമോതിരം, അതൊരു കുടുംബത്തിൻ്റെതായിട്ടുള്ള ഒരു കണ്ടെത്തല. അതിലൊരു കുടുംബപരമായിട്ടുള്ള ഒരു ഇതുണ്ട്. ഇപ്പൊ അതെല്ലായിടത്തും കിട്ടുമായിരിക്കാം. അതുപോലെ ആറന്മുള കണ്ണാടി ഒരു സമയത്ത് ഒരു ആളുകൾ ആവിഷ്കരിച്ച് കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. പക്ഷെ അത് ചില വിദ്യകളൊക്കെ ചിലർ കൈമാറ്റം ചെയ്യേയില്ല, ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഇതങ്ങനെയല്ല. അപ്പൊ നമുക്ക് തോന്നുന്ന ഒരാശയത്തെ നമുക്ക് പങ്കുവയ്ക്കാമെന്ന് പറയാം. പങ്കുവയ്ക്കുന്നതിലൂടെ അത് അധികരിക്കും, നിലനിൽക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഇതിന്റെ ഗുരുദക്ഷിണ. ഈ ആശയങ്ങളെ നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരിക, പങ്കുവയ്ക്കുക. പറയുന്നു ഭഗവാൻ അടുത്തത് നമ്മളോടുള്ള നിർദ്ദേശമാണ്. വളരെ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതാണ്. നാം ഇതിനെ സ്വീകരിക്കുകയും വേണം.
ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ന ബുദ്ധിഭേദം ജനയേ അജ്ഞാനാം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. ന ബുദ്ധിഭേദം ജനയേ, മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിഭേദം ഉണ്ടാക്കരുത് ദയവ് ചെയ്തിട്ട്. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഉടനെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. ആരാ ഈ ഫോട്ടോ ഇങ്ങനെ ഇവിടെ വെച്ചത്? വെറുതെയല്ല നിങ്ങൾക്ക് ഈ ദോഷങ്ങളൊക്കെ. അപ്പൊ അവർക്ക് പേടിയായി. ഇവിടെ വയ്ക്കാൻ പാടില്ല, ഇവിടെ വയ്ക്കാൻ പാടില്ല. ആരാ നിങ്ങളോട് പറഞ്ഞ? അല്ല, അറിയില്ല, ഞാൻ ആരോ തന്നപ്പോ അങ്ങോട്ട്, ഇവിടെയാണ് ആണി അടിച്ചപ്പോ ആണി കയറിയത് ഇവിടെയാണ്, ഇവിടെ അങ്ങോട്ട് വെച്ചു. ഒരിക്കലും പാടില്ല. വെറുതെയാണോ ഭർത്താവ് മരിച്ചത്? ഇതുകൊണ്ടാണ്. ഇത്രയും കൂടെ കേട്ട് കഴിഞ്ഞാൽ ഇതിന് ശേഷമാണോ മൂപ്പര് പോയത്? ഇതിനു മുമ്പാണോ? ഇതിന് ശേഷം തന്നെ. വെറുതെയല്ല, നിങ്ങളല്ലാതെ വേഗം ഇറക്കും. അത് ഇറക്കുമ്പോഴായിരിക്കും വരും വീണ് കാലോടിക്കുക. ഇങ്ങനെ എങ്ങോട്ട് അത് വെക്കണം, എങ്ങോട്ട് ഇത് വെക്കണം, ഇങ്ങനെ വെറുതെ നമ്മൾ മറ്റുള്ളവരിൽ ബുദ്ധിഭേദം ഉണ്ടാക്കുക. കുറച്ചൊന്നുമല്ലാതെ. നിങ്ങളല്ലാതെ അത് കേൾക്കാൻ പോവോ? നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഇവിടെയാണ് ഈശ്വരൻ. ഇതാ ഞങ്ങളൊരു ലൈറ്റ് തരാം, ഇത് നോക്കിയിരുന്നാ മതി. ഇതാണ് ബ്രഹ്മം. പിന്നെ കറണ്ട് പോയാൽ ഇയാളുടെ ബ്രഹ്മവും പോയി. അതെ, ഒരുപാട് ഞങ്ങൾ ദയവ് ചെയ്ത് നമുക്ക് ശാസ്ത്രം പ്രമാണമായിരിക്കണം. പിന്നെ അയാൾ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, തൊട്ടതിനും പിടിച്ച് ജ്യോത്സ്യരെടുത്ത് പോയി. ഇങ്ങനെ എന്തൊക്കെയാ നമുക്ക് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ബുദ്ധിഭേദം. നമ്മൾ ഏറ്റവും വലിയ അത്ഭുതപ്പെട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പരസ്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും ഗംഭീര പരസ്യം നടന്നിട്ടുള്ള ഒരു സംഭവം സ്വാമി ഇപ്പോഴും ഓർക്കണം. അന്ന് സ്വാമി ഹിമാലയത്തിലെ ബദ്രിനാഥിലാണ്. അവിടെ ഉണ്ട് കുറച്ച് ആളുകൾ പാലിന് ഓടുന്നു. ഗണപതി പാല് കുടിച്ചു. നിങ്ങൾക്കറിയാം, നിങ്ങൾ പത്രത്തിൽ വായിച്ചതായിരിക്കില്ല. അല്ല, പത്രത്തിൽ വായിച്ചത് പിറ്റേന്ന്. പത്രത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മളും ഗണപതിയെ പാല് കുടിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. നമുക്ക് തോന്നുന്നത് എവിടെയോ അധിക സ്റ്റോക്ക് പാലിരുന്നിട്ടുണ്ടാവാം. ഈ ബിസിനസ് അതിലൊക്കെ പല തന്ത്രങ്ങളും ഉണ്ട്. അപ്പൊ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ചിലപ്പം എന്നാ ഇങ്ങനെയാവാം. എപ്പോഴോ ഒരിക്കലും ഒരു മന്ത്രി ഒരു ടെക്സ്റ്റൈൽ മിൽസിൽ സന്ദർശിക്കുകയുണ്ടായി അത്രേ. അപ്പൊ അവിടെ ഒരുപാട് തുണി ഇരിക്കണം. ഏതോ ഒരു വിദേശ രാജ്യത്തേക്ക് വേണ്ടിയിട്ട് അവരുടെ ഓർഡർ കിട്ടിയതാണ്. പക്ഷേ അത്രയും ഓർഡർ കിട്ടിയിട്ട് ഈ സാധനം ഈ കമ്പനി ഇവിടെ നിർമ്മിച്ചു ബോംബെയിൽ. പക്ഷെ അവസാന സമയം അവര് കാലുമാറി. അപ്പൊ ഇതൊരു ഡെഡ് സ്റ്റോക്കായിട്ട് കിടക്കുക. ആ കമ്പനിയുടെ ഉടമയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. വല്ലാത്തൊരു അവസ്ഥയിലാണ്. പണം മുഴുവൻ ഇതിൽ കയറി. കമ്പനിയുടെ സ്ഥിതി വല്ലാതെ പരിങ്ങലായ സമയത്താണ് മന്ത്രിയോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അങ്ങനെ ഇരിക്കെ മന്ത്രിക്ക് തോന്നി ഗവൺമെന്റ് സ്കൂളുകളിലും യൂണിഫോം ആവാമെന്ന്. അതെ, അങ്ങനെ സ്കൂൾ യൂണിഫോമിന് ഈ കളർ തെരഞ്ഞെടുത്തു അത്ര, വളരെ കുറഞ്ഞ വിലയിൽ. ഇതൊരു ഉണ്ടായ സംഭവം പോലെ പറയും. അതിനെ എന്ത് ചെയ്യാം? അതിനെ ആലോചിക്കാന്ന് പറയും. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ബുദ്ധിഭേദം ന ജനയേ എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് ഓരോരോ ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. ഒരാൾക്ക് നമുക്കറിയാത്ത കാര്യം നമ്മൾ പറയാൻ ശ്രമം നടത്തരുത്. നമ്മൾ ഈ ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചൊക്കെ വല്ലാതെ പറഞ്ഞു കളയും. ആധ്യാത്മിക വിഷയം എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമൊന്നും ആയിരിക്കില്ല വിഷയം. ഈ പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾ എന്തിനാ രുദ്രാക്ഷം ധരിച്ചത്? അത് രുദ്രാക്ഷം ധരിക്കണം, ഈ ഭർത്താവ് മരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം, അത് ഇതാവാൻ പാടില്ല, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ചൊല്ലിയിട്ട് ഒരുപാടുണ്ട് നമ്മുടെ ഇതിൽ. പക്ഷെ നമ്മളായിട്ട് അത് കൈമാറ്റം ചെയ്യണ്ട. ദൃഷ്ടി ഗണപതി, ആ ഗണപതി, ഈ ഗണപതി, പിന്നെ ആ ഹോമം, ഈ ഹോമം, ഇത് ചെയ്യൂ, അത് ചെയ്യൂ.
നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ മറ്റൊരാളോട് പറയാൻ പോകരുത്, മറ്റുള്ളവരെ ഇങ്ങനെ കുഴക്കവും ചെയ്യരുത്. സഹസ്രനാമം ചൊല്ലുന്ന അമ്മയോട് പറയാ, നിങ്ങൾ ഓം എന്ന് ഉച്ചരിക്കരുത്, നിങ്ങൾ ബാക്കിയെല്ലാം പറഞ്ഞോളൂ. നമശിവായ എന്ന് പറഞ്ഞോളൂ, ഓം നമശിവായ എന്ന് പറയരുത്. കാരണം ഓം നമശിവായ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുടിഞ്ഞു പോകും. ഓം എന്ന് പറഞ്ഞാൽ നിങ്ങളെ മുടിക്കാൻ പോകുന്നതാണത് എന്ന് ഇദ്ദേഹം പറയുമ്പോൾ അവർക്ക് പിന്നെ സംശയമായി. ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, അപ്പൊ അതെന്താ അങ്ങനെ? അതുകൊണ്ട് ബുദ്ധിഭേദം ഉണ്ടാക്കരുത് ആർക്കും. എന്തൊക്കെ ബുദ്ധിഭേദം ഈ വിഷയത്തിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി ഓരോന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ പ്രശ്നമാണ്. ഒരുപാട് ഇങ്ങനെ ബുദ്ധിഭേദം ഉണ്ടാക്കി നിലനിർത്തുന്നതിൽ ചിലര് വളരെ ഗംഭീരന്മാരാണ്. അവരങ്ങനെ നിലനിൽക്കുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പൊ ചിലരെ കാണാൻ ടിക്കറ്റ് ഉണ്ട്, ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം എന്താ പറയുക കാണാൻ. അതുപോലെ മോക്ഷം, ഇത്ര രൂപ തന്നാ മോക്ഷം, 2 ലക്ഷം രൂപ തന്നാ നിങ്ങൾക്ക് മോക്ഷം. ഈ മോക്ഷവും ലക്ഷ്യവും തമ്മിൽ എങ്ങനെയാ ആ ഒരു ശബ്ദത്തിനൊരു സമാനത ഉണ്ട് എന്നല്ലാതെ. ന കർമ്മണ ന പ്രജയ ന ധനേന ത്യാഗേ നൈകേ അമൃതത്വമാനശുഹു എന്ന ഉപനിഷത്തിന് വിരുദ്ധമല്ലേ 2 ലക്ഷത്തിന് മോക്ഷം എന്ന കണ്ടെത്തല്? പിന്നെ ഇതൊക്കെ ഒരു ജപ്പാൻ കിടക്ക പോലെയാ. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും ചിലപ്പോ. അതിൽ കിടന്നു കഴിഞ്ഞാൽ എല്ലാ രോഗവും മാറും. എത്രയോ 38,000 40,000 എന്തോ കൊടുത്തിട്ട്, പിന്നെ അത് കൊടുത്ത് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ജപ്പാൻ കിടക്കേന്റെ ഒരു ഓണർ നിങ്ങളുമായി. എന്നിട്ട് നിങ്ങൾ അടുത്ത കിടക്കക്കാരനെ നോക്കണം. എന്നിട്ട് അപ്പോഴേക്ക് നിങ്ങളൊരു 10 പേര് നിങ്ങൾ ത്രൂ മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കിടക്കയുടെ കാശ് മുതലായി. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കാശ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് ഈ കിടക്കയിലിരുന്ന് ഇങ്ങനെ ഇയാൾ സ്വപ്നം കാണാം. അവസാനം ഈ കിടക്കയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് സ്വാമി പറയാൻ നിങ്ങൾക്കറിയാലോ അല്ലേ? ഇങ്ങനെ കണ്ടതിന്റെയും ഇതിന്റെയൊക്കെ പിറകെ ഓടി ബുദ്ധിഭേദം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അതുകൊണ്ട് നമ്മൾ ഒരാൾക്കും ഒരു പ്രകാരത്തിലുള്ള ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. ഭഗവാൻ പ്രത്യേകം പറയും. ഇനി എന്തെങ്കിലും ചെയ്യാണ് അജ്ഞാനം അജ്ഞന്മാരാണ് അവര്. പക്ഷെ എന്നിരുന്നാലും എന്തു വേണം? സ്വാമിജി പറയും, ഈ ശ്ലോകം എടുക്കുമ്പോൾ ചിന്മയാൻ സ്വാമികൾ, ഈ അന്ധന്മാരാണ്, കണ്ണു കാണില്ല. അവരങ്ങനെ പോവാണ്, പോയിക്കൊണ്ടിരിക്കുക ജാഥ നയിച്ചിട്ട്, ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞ് പോവുകയാണ്. പോകുന്നത് വലിയൊരു കുഴിയിലേക്കാണ്. പക്ഷെ നമ്മൾ മുൻപിൽ പോയി നിൽക്കരുത് എന്നാണ്. ഇതേ നിങ്ങൾ പോകുന്നത് കുഴിയിലെയാണ് എന്ന്. പക്ഷെ അവര് നമ്മളെയും കൂടെ കുഴിയിലിടും കൊണ്ടുപോയിട്ട്. അപ്പൊ നമ്മൾ അവരുടെ കൂടെ കൂടണം, ജയ് ജയ് എന്ന് പറഞ്ഞിട്ട്. എന്ത് വേണം? നമ്മൾ അവരെ തിരിക്കണം, തിരിച്ചു കൊണ്ടുപോകണം. അതാ ചെയ്യേണ്ടത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, ഒരാള് ഒന്ന് ജപിക്കാം എന്ന് കരുതി. ചിലർ വിചാരിക്കുന്ന ശരി രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേഷൻ തുടങ്ങാം, അങ്ങനെ ചമ്രം പടിഞ്ഞൊന്ന് ആ ഇരിപ്പ് ശരിയാവട്ടെ. അപ്പോഴേക്ക് തുടങ്ങിയപ്പോഴേക്കും അതൊരു ഗുരുവിന്റെ പാതാരവിന്ദത്തിലിരുന്ന് ആ തൃപ്പാദങ്ങളിൽ നിന്ന് ദീക്ഷ വരിച്ച്, അയ്യോ അങ്ങനെയൊക്കെ. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു പേര് പറയും, ഒരു 5 ഗുരുവിന്റെ അടുത്ത് നിന്ന് ദീക്ഷ മേടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഗുരു വന്നിരിക്കുക. അപ്പൊ ഒരു 4-5 ഗുരുക്കൾ, ഇവരെ ആരെ കണ്ടാലും ദീക്ഷ മേടിക്കും. ആരെ കണ്ടാലും ആരെടുത്തും കൊണ്ടുപോയി ഇവര് കാണാൻ പോകുമ്പോഴേ ഒരു ജപമാലയായിട്ടാ പോവുക. അതൊന്നും ഊതി തരാൻ പറയും. അങ്ങനെയൊക്കെ നിങ്ങൾ തുടങ്ങാവൂ. അല്ല നിങ്ങൾ തോന്നിയതുപോലെയൊന്നും അങ്ങോട്ട് തുടങ്ങാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നവരെ അതിന് തടസ്സപ്പെടുത്തി. അതുകൊണ്ട് ഈ അജ്ഞന്മാരാണ് അവരിൽ അത് നമ്മൾ ഉണ്ടാക്കരുത്. യുക്തൻ എന്ന് പറഞ്ഞാൽ സമചിത്തനായിട്ടുള്ള, സമഭാവന കൈവന്നിട്ടുള്ള ഒരുവൻ, സമാചരൻ. എന്തു വേണം? നന്നായി പ്രവർത്തിക്കുന്നവനായിട്ട് സർവകർമാണി, സകല കർമ്മങ്ങളെയും ജോഷയെ, അതിന്റെ ദോഷത്തെ തീർത്തു കൊടുക്കണം, തൃപ്തിപ്പെടുത്തി കൊടുക്കണം അവർക്ക് കർമ്മങ്ങളിൽ. അപ്പൊ നമ്മൾ അവരുടെ കർമ്മത്തെ ചൂണ്ടിക്കാണിച്ച് തെറ്റ് എന്നൊന്നും പറയണ്ട, നമുക്ക് വേണേ ഇങ്ങനെയാവാം എന്നൊക്കെ പറയാം, അത്രേ ആകാവൂ. ഏതായാലും ഭഗവാൻ പറയുന്നത് ഇതാണ്, ബുദ്ധിഭേദം ഉണ്ടാക്കരുത്.
ബുദ്ധിഭേദം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു സംഘർഷം ഉണ്ടാക്കും അവരുടെ മനസ്സിൽ. എത്രയോ ആളുകൾ ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. ഈ പാമ്പിനെ പിടിച്ച് വീശിക്കഴിഞ്ഞാൽ, അതിനെ പിടിച്ചിങ്ങനെ കറക്കി വിട്ടുകഴിഞ്ഞാൽ പിന്നെ അത് മരിക്കില്ല, പക്ഷെ അതിനെ എഴയാൻ പറ്റില്ല. ഇതുപോലെ ആക്കിക്കളയും ചിലരെ. ഒന്നും വേണ്ട, രാവിലെ എഴുന്നേറ്റ് ഗേറ്റ് തുറക്കുന്ന സമയത്ത് ഒരു കോഴിത്തലയും കുറച്ച് തെച്ചിപ്പൂവും ഒരു തുളസിയുടെ ഇലയും ഒരു ഇങ്ങനെ വാഴ ഇലയിൽ വെച്ചു കഴിഞ്ഞാൽ മലർന്നു വീഴാൻ ധാരാളം മതി. വീണവരാരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഒരു കോഴിയുടെ ഇല, അല്ല കോഴിയുടെ ഇലയല്ല, കോഴിയുടെ തല. അതെ, ഇനി കോഴിത്തല ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയാലും മതി. ഒരു തകിട്, ഒരു ചരട്. കാരണം എന്താ? ഞാൻ അറിയാതെ ഇത് കടന്നുപോയി, ഇതിനെ ഞാൻ കവച്ചു വെച്ചില്ലേ, ഇതായിരുന്നു ഉദ്ദേശം. അതുകൊണ്ട് ഇങ്ങനത്തെ പണി. ചിലരുണ്ടാവും കുഴിച്ചിടുന്ന ആൾക്കാർ, അവര് തന്നെ പ്രശ്നം പരിഹരിക്കാൻ വരും. ഇന്നടുത്ത് കുഴിച്ചിട്ടുണ്ടല്ലോ, ഇന്നടുത്ത് നോക്കണം എന്ന് പറയും. കുഴിച്ചിടുന്ന ആൾ തന്നെയായിരിക്കും നോക്കാൻ വരുന്നത്. ഇവരൊക്കെ ഒരു സങ്കേതം ഉള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ പ്രചരണം അല്ലെങ്കിൽ ആ വഴിയിൽ പോവല് ഒന്നും വേണ്ട. എന്താ വേണ്ടത്? യുക്ത സമാചരൻ സർവകർമാണി ജോഷയേ. അവൻ എല്ലാ കർമ്മങ്ങളെയും ശുദ്ധീകരിക്കണം. എങ്ങനെ? ഈ അറിവ് കൊണ്ട് എന്ന് പറയാം. ഭഗവാൻ തുടർന്ന് പറയുന്നു, പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതേഹ ക്രിയമാണാനി ഗുണൈഃ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താ അഹം ഇതി മന്യതേ. ആരാണ് വിമൂഢാത്മാ? ഭഗവാൻ പറയുന്നു, പ്രകൃതേഹ ഗുണൈഃ സർവശഃ കർമാണി ക്രിയമാണാനി. എങ്ങനെയാ നാം കർമ്മം ചെയ്യുന്നത്? പറയണു, പ്രകൃതിയുടെ ഗുണങ്ങൾ കൊണ്ട്. പ്രകൃതേഹ ഗുണൈഃ സർവശഃ എല്ലാവരും സകലവിധമായിട്ടുള്ള കർമാണി കർമ്മങ്ങളും ക്രിയമാണാനി ചെയ്യപ്പെടുന്നതാണ്. നമുക്ക് കർമ്മം ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കുന്നു? പ്രകൃതിയുടെ ഗുണം ഉള്ളതുകൊണ്ടാണ്. പറഞ്ഞല്ലോ, യജ്ഞം പിറകിലുണ്ട്. നമ്മുടെ കൈ തന്നെ അറിയാതെ കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ കൈവിരലാണ് കണ്ണിൽ തട്ടിയത്, പക്ഷെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങും അല്ലേ? ഉടനെ ഈ കൈ തന്നെ അതിനെ സാന്ത്വനിപ്പിക്കും. സാരില്ല, പോട്ടെ പോട്ടെ കേട്ടോ, ഇനി മേലിൽ അങ്ങനെയാവില്ല എന്ന മട്ടിൽ അല്ലേ? ഒരു സ്നേഹ സാന്ത്വനം അതിലുണ്ട് എന്ന് പറയാം. ഇതൊരു ഒരു പൂരകമാണ്. ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ എന്നാ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നത് ആ പ്രകൃതിയുടെ അനുഗ്രഹം കൊണ്ടാണ്. അങ്ങനെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ, അങ്ങനെയാണ് കർമ്മങ്ങൾ നടക്കുന്നത്. പക്ഷെ അഹങ്കാര വിമൂഢാത്മാ, അഹങ്കാരം കൊണ്ട് ബുദ്ധി നഷ്ടപ്പെട്ട ഒരുവൻ എന്ത് വിചാരിക്കുന്നു? അഹംകർത്താ ഇതി മന്യതേ, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അവൻ കരുതുന്നു. അവനിത് എത്ര കാലം പറയും ഞാനാണ് ഇതൊക്കെ എന്ന്? ചിലരൊക്കെ ചിലരെ കുറിച്ച് പറയുന്നത് തന്നെ അങ്ങനെയാണ്. അവൻ ഇപ്പം ഞെളിഞ്ഞു നടക്കുന്നത് കണ്ടില്ലേ? എന്താ, ഞാനാണ് അവന് ജോലി മേടിച്ചു കൊടുത്തത്. അതെങ്ങനെയാ നിങ്ങൾ ജോലി മേടിച്ചു കൊടുത്തത്? അതെ, അവന് ഫോമൊന്നും ഫില്ലപ്പ് ചെയ്യാൻ അറിയില്ല, ഞാനതൊക്കെ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്തത്. അങ്ങനെ കിട്ടിയത് അവന്. ഞാൻ തെറ്റിച്ചെഴുതിയിരുന്നെങ്കിലോ? എങ്ങനെയുണ്ട്? ന്യായമുണ്ട് അതിൽ ഇല്ലേ? അപ്പൊ ഞാൻ അവന് ജോലി മേടിച്ചു കൊടുത്തത്. ഇങ്ങനെ വെറുതെ അഹങ്കരിക്കുക, ഒരു കർമ്മവും ചെയ്യാതെ തന്നെ അഹങ്കരിക്കുക. പിന്നെ കുറച്ച് കർമ്മം ചെയ്താലോ അതിലേറെ അഹങ്കാരം. ഭഗവാൻ പറയുന്നു, അവൻ മൂഢനായിട്ടുള്ള അഹങ്കാര വിമൂഢാത്മ, അഹങ്കാരം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ടിട്ടുള്ള അവൻ അഹം കർത്താ ഇതി മന്യതേ. ആരാ ഇതൊക്കെ ചെയ്യുന്നത്? ഞാനാണെന്ന് പറയാം. പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് പറയും. ആ കൈകളിലേക്ക് വീഴാൻ നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മളങ്ങനെ മസിൽ പിടിച്ചിരിക്കുക, ഞാൻ ശരിയാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഭഗവാൻ അത് തുടർന്ന് പറയാൻ പോകുന്നുണ്ട്. ഈ മൂഢന്മാരെന്തൊക്കെ വിചാരിക്കുന്നു, എന്തൊക്കെയാണ് ഈ മൂഢന്മാരുടെ ലക്ഷണങ്ങൾ, മൂഢന്മാരെന്തൊക്കെ പറയും ഇത്യാദി കാര്യങ്ങളൊക്കെ. നമ്മൾ ഇത്രയേ ഉള്ളൂ. അതായത് ഇത് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് വന്നു ചേർന്നിരിക്കുക. ധ്രുവൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. എന്താ ഭഗവാൻ എങ്ങനെയാ സ്തുതിക്കുന്നത്?
യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധര സ്വധാംന അന്യാംശ്ച ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എവിടെ നിന്നാണ് യോന്ത പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം? എവിടെ നിന്നാണ് വാക്കുകൾ പ്രസുപ്ത ഉണ്ടായത്? അതുപോലെ അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദി, കൈ, കാല്, കാത്, മൂക്ക്, കണ്ണ്, ഇതൊക്കെ സചേതനമായത്, അതൊക്കെ അറിയാനായത്. പ്രാണാൻ നമോ ഭഗവതേ, പ്രഥമനായിട്ടുള്ള പ്രാണൻ, ആ പുരുഷനായിട്ട് നമസ്കാരം. ആ ഒരു നമസ്കാരം നടത്തുമ്പോണ്ടല്ലോ അഹങ്കാരം ഇല്ല. പിന്നെ ഭഗവത് അനുഗ്രഹം കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു. അപ്പൊ എനിക്കൊരു അവസരം കിട്ടിയത് അത് എത്ര കാലം ചെയ്യും? ഈ അജ്ഞാനി അഹങ്കാരി ഇങ്ങനെ വിചാരിക്കുന്ന സമയത്ത് ഈ അഹങ്കാരി മരിച്ചു വീണ് കഴിഞ്ഞാൽ, ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവനെ അനങ്ങുമോ? എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്കൂ. വലിയ മീശയൊക്കെ പിരിച്ച ആളാ, അപ്പൊ കാണാം മീശ എങ്ങനെ താഴേക്ക് തിരിക്കാൻ ആരുമില്ല അല്ലേ? എഴുന്നേക്കൂന്ന് പറഞ്ഞാലോ, പണ്ടൊന്നും ആരും നിൽക്കില്ല നേരെ, പക്ഷെ ഇപ്പൊ ആള് കിടക്കുക. എവിടെ പോയി ഈ അഹങ്കാരമൊക്കെ? ഒക്കെ പോയി എന്ന് പറയാം. അതുകൊണ്ട് ആ ചൈതന്യം, ചേതന ഉണ്ട്, അതാണ് പരമമായതെന്ന് അറിയുന്ന ഒരുവന് പിന്നെ അഹങ്കാരമില്ല എന്ന് പറയാം. പിന്നെയോ അഹംബോധമാണുള്ളത്, അഹംഭാവമല്ല, അഹംബോധം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, നീ അഹങ്കാരത്തിലേക്ക് അധപ്പതിക്കരുത്, അഹംബോധത്തിലേക്ക് ഉയർന്ന് എഴുന്നേൽക്കണം എന്ന് പറയാം. ആണ് ഉയർത്തെഴുന്നേൽപ്പ്. ഈ ഭഗവാൻ പ്രകൃതിയുടെ കുറച്ച് നിയമങ്ങളും അതുപോലെ എന്താണ് നാം സ്വീകരിക്കേണ്ടുന്നത് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. നോക്കാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ. ഭഗവാൻ ഒരാളുടെ വളർച്ചയ്ക്ക് 2 മാനങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരുന്നു. ഒന്ന് അറിവ്. അതാണ് സാംഖ്യയോഗത്തില് ജ്ഞാനത്തെക്കുറിച്ച്, ആത്മാവിനെ കുറിച്ച്, ആത്മാവിന്റെ ലക്ഷണമൊക്കെ പറഞ്ഞിട്ട് ഭഗവാൻ വെളിപ്പെടുത്തി തന്നത്. ഒന്ന് അറിവ്. 2 ആ അറിവ് ആയിത്തീരല്. അതാണ് കർമ്മയോഗം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ക്യാപ്സ്യൂൾ പരുവത്തിൽ സംഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാ കിട്ടുക. അപ്പൊ എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? എന്താണ് കേട്ട് കഴിഞ്ഞത്? പറയുന്ന സ്വാമിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഒരു രൂപം വേണമല്ലോ. അതുകൊണ്ട് ആ 2 മാനങ്ങളിൽ ആയിത്തീര, അറിഞ്ഞതായിത്തീര. അങ്ങനെ ആയിത്തീരാൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ? ഒരു തടസ്സവുമില്ല. ജനകനെ പോലുള്ള മഹാരാജാക്കന്മാർക്ക് അത് സാധിച്ചിട്ടുണ്ട് അർജുന. അതുകൊണ്ട് വിഡ്ഢികളാണ്, മൂഢന്മാരാണ്. പ്രകൃതേഹേ ക്രിയമാണാനി ഗുണൈഹി കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. അഹംകർത്ത ഇതി മന്യതേ. ഞാനാണ് ചെയ്യുന്നത് എന്ന് കരുതുന്നത് ആരാണ്? അഹങ്കാരൻ വന്നിട്ടുള്ള മൂഢാത്മാക്കളാണ്. അതുകൊണ്ടാണ് കുറച്ചറിവുള്ളവർ ഭഗവാനെ പിടിച്ച് മുൻപിൽ വയ്ക്കുന്നത്. ജഗതീശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിതൊക്കെ സാധിച്ചു. ആ ആരെങ്കിലും ഒരു സമർപ്പിതം വേണമെന്ന് പറയാം. സത്യം പറഞ്ഞാൽ ശരീരത്തെ മലിനമാക്കുന്നത് ഈ ഒരു അഹങ്കാരമാണ്. ഈ അഹങ്കാരത്തിന്റെ നാശത്തില് ശരീരത്തിന് ചന്ദനത്തിന്റെ സുഗന്ധം ഉണ്ടാവുന്ന, അതെ, ഗവേഷണത്തിലൊക്കെ പറയുന്നതാ. ഈ വക ഗവേഷണങ്ങളൊക്കെ ചിലർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് കൈവച്ചു പോകും. കാരണം ഒരിക്കലും അങ്ങോട്ട് എന്താ പറയുക, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ പുരാണങ്ങളിലൊക്കെ ഇതുണ്ട്. ജഡഭരതനെ കുറിച്ചൊക്കെ പറയുന്നത്, ജഡഭരതൻ ഇരിക്കുന്ന സമയത്ത് ചന്ദനത്തിന്റെ സുഗന്ധം ഉണ്ടാവുന്ന ഈ ഒരു ആധ്യാത്മികമായ ഒരു ഗന്ധം, അതിനെ കൃത്രിമമായി സൃഷ്ടിക്കാനാണ് നമ്മൾ ചന്ദനത്തെ അണിയുന്നതും ചന്ദനം പുരട്ടുന്നതും ഒക്കെ. അപ്പൊ ആ ചന്ദനത്തിന് അങ്ങനെയുള്ളൊരു എന്താ പറയുക,
നമ്മളെ ആ ഒരു തലത്തിലേക്ക് ഉയർത്താൻ കൃത്രിമമായി താൽക്കാലികമായി സാധിക്കുന്ന. അതുകൊണ്ട് ഈ കുന്തിരിക്കാൻ പുകയ്ക്ക് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അതിൽ നിന്ന് വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗവേഷണത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഈ അടുത്ത് വായിക്കേണ്ടത്. അപ്പൊ അഹങ്കാരത്തിന്റെ നാശത്തില്, അഹംബോധത്തിന്റെ ഉണർവില് ശരീരത്തിന് സുഗന്ധം പോലും വരും എന്നൊക്കെ ഉള്ള ഗവേഷണങ്ങളും മറ്റും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അഹങ്കാരമാണ് ശരീരത്തെ പോലും മലീമസമാക്കുന്നത് എന്ന് പറയാം. ആ അഹങ്കാരത്തിന്റെ അതുതന്നെയാണ് അവിദ്യ. ആ അഹങ്കാരത്തിന്റെ അണയലാണ് സ്വാതന്ത്ര്യം, മോക്ഷം എന്ന് പറയാം. അതാണ് ഇവനിവിടെ തടസ്സം നിൽക്കുന്നത്. അവൻ എന്ത് ചെയ്യുന്നു? അഹമിതി, ഞാനെന്ന് മന്യതേ, അഭിമാനിക്കുന്നു. ഞാനില്ലെങ്കിൽ കാണായിരുന്നു. പിന്നെ നിങ്ങളില്ലെങ്കിൽ അറിയാം. പലപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ട്, എന്റെ കാലം കഴിയട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ കാലം കഴിഞ്ഞിട്ടല്ല മനസ്സിലാവേണ്ടത്, നിങ്ങളുടെ കാലത്തിൽ മനസ്സിലാക്കി കൊടുക്കണം. എന്റെ കാലത്തിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞതൊക്കെ ശരിയായിരുന്നോ, അപ്പം നിങ്ങൾക്ക് ബോധ്യവും. അപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യവും എന്നാണ് എന്റെ ധാരണ. ഇതൊക്കെ ഒരു കബളിപ്പിക്കലാണ്. ഇതൊക്കെ നമ്മളോട് നമ്മുടെ അമ്മ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് തന്നെ നമ്മളിപ്പോ എടുത്ത് പയറ്റാണ്. വേറെ മാർഗമൊന്നുമില്ല. എന്നിട്ട് എന്റെ അഭാവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും മക്കളെ ഞാൻ ആരായിരുന്നു. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടെ തോന്നിയതുപോലെ ആയിക്കോളൂ. ഈ സ്വാമിജി പറയും, ഒരു വാണ്ടഡ് ഫീലിംഗ് എന്നാ പറയാ സ്വാമിജിയുടെ ഭാഷയിൽ. നമ്മളൊരു ആവശ്യക്കാരനാവണം, അനാവശ്യക്കാരനാവരുത് ആർക്കും. അത് ഉണ്ടാക്കിക്കൊണ്ട് വേണം കടന്നു പോവാൻ. അല്ലാതെ നമ്മളിങ്ങനെ പറയരുത്, ഞാനില്ലെങ്കിൽ അറിയാം എന്ന്. അതിനവര് ഉത്തരം പറയും ചെയ്യും, പിന്നെ നിങ്ങളില്ലെങ്കിൽ എന്താണെന്നല്ലേ. അല്ലേ? അതൊക്കെ ഈ അഹങ്കാരത്തിൽ നിന്നുണ്ടാവുന്നതാണ്. അവൻ വിചാരിക്കണം എന്താ, അഹം ഇതി, ഞാൻ എന്ന്. അഹം കർത്ത ഇതി, ഞാനാണ് കർത്താവെന്ന്. ഇതാണ് ബന്ധനം. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതുകൊണ്ട് ഒരു ജ്ഞാനി എങ്ങനെ കർമ്മം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ ജീവിക്കേണ്ടുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഭഗവാൻ തുടർന്ന് പറയുന്നു. നോക്കാം നമുക്ക് 28-ാമത്തെ ശ്ലോകം. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാഗുണേഷു വർത്തന്തെ ഇതി മത്വാ ന സജ്ജതേ. ഹേ മഹാബാഹോ, നമ്മളോട് തന്നെയാണ് പലവട്ടായി വിളിക്കുന്ന വലിയ ബാഹുക്കളുള്ളവനെ, നമ്മളോട് തന്നെ. വലിയ വലിയ സാധ്യതകളൊക്കെ ഉറങ്ങിക്കിടക്കുകയാണ്, പലതും ചെയ്യാം ഇല്ലേ. മഹാബാഹോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇല്ലേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ സാധിക്കും, നമുക്ക് സാധിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങൾ. നമുക്കൊക്കെ സാധിക്കും എന്ന് പറയാം. അതുകൊണ്ട് അർജുന, ഗുണകർമ്മ വിഭാഗയോഹോ, ഗുണങ്ങളും കർമ്മങ്ങളും, ഗുണകർമ്മ വിഭാഗങ്ങളിൽ അതിന്റെ ഗുണം, അതായത് വിസ്തരിക്കാം, അതിനെയാണ് വിസ്തരിക്കാൻ പോകുന്നത്. ഗുണകർമ്മ വിഭാഗങ്ങളിൽ തത്വവിത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേകതരം വിത്താണ്. ജ്ഞാനി എന്ന് പറയാം. നല്ല വറുത്ത വിത്ത്. തത്വവിത്ത് എന്ന് പറഞ്ഞാൽ വറുത്ത വിത്ത്. അങ്ങനെ എഴുതി വെക്കരുതേ, തത്വവിത്ത് വറുത്ത വിത്ത്, കുഴപ്പമാവും. ജ്ഞാനി. ഗുണാഹ, ഗുണങ്ങൾ. പ്രകൃതിയുടെ പല ഗുണങ്ങളും ഉണ്ടല്ലോ. ആ ഗുണങ്ങളിൽ ഒന്നും ഗുണേഷു, ഗുണങ്ങൾ, ഇന്ദ്രിയങ്ങള്, ഇന്ദ്രിയാനുഭവങ്ങള് ഇത്യാദികളിലൊന്നും തന്നെ, ഇത്യാദികളിലൊക്കെ വർത്തിക്കുന്നു. പക്ഷെ എന്താണ് അദ്ദേഹം കരുതുന്നത്? ഇത് എന്നിട്ട് മത്വ ന സജ്ജത്തെ, അദ്ദേഹം അതിലൊന്നും ആസക്തനായിട്ട് ഇരിക്കുന്നില്ല എന്ന് പറയാം. അതിലൊന്നും അദ്ദേഹത്തിന് സംഘമില്ല. അതിലൂടെയൊക്കെ അദ്ദേഹം കടന്നുപോകും. അല്ലയോ അർജുന? ഗുണകർമ്മ വിഭാഗയോഹോ തത്വവിത്തു ഗുണാഹ ഗുണേഷു വർത്തന്തെ ഇതി മത്വ ന സജ്ജത്തെ. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ.
അയാൾ അറിയുന്നു ഞാൻ പോകുന്നത്. ഇപ്പൊ പലരും ചോദിക്കാറില്ലേ, സ്വാമി ദേഷ്യം പിടിക്കണു, എന്താ അതിനൊരു വഴി? വലിയ നിങ്ങൾ ദേഷ്യം പിടിക്കുന്നു, എനിക്ക് ദേഷ്യമുണ്ട് എന്നറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സ്കൂളിൽ കുട്ടികളോട് പറഞ്ഞു, 2 കുട്ടികൾ അടി, നെങ്ങിയാൽ അവരടിയാ, എന്താ ദേഷ്യം? ടീച്ചർ പറഞ്ഞു, നോക്കൂ നിങ്ങളിങ്ങനെ അടി കൂടരുത്. അപ്പൊ ദേഷ്യം വരുന്ന സമയത്ത് 1 മുതൽ 10 വരെ എണ്ണണം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞവൻ വീണ്ടും കൊണ്ട് അടി കൂടുന്നു വേറൊരുത്തനുമായിട്ട്. ഇവര് സ്ഥിരം അടിയാണ്. അപ്പൊ ടീച്ചർ ചോദിച്ചു, എന്താ ഇത്? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ. അതെ, പക്ഷെ അവന്റെ ടീച്ചർ 5 വരെ എണ്ണാനാ പറഞ്ഞത്. അപ്പൊ 5 വരെ എണ്ണി കഴിഞ്ഞിട്ട് അവൻ എന്നെ അടിക്കാൻ തുടങ്ങി. ഇനി 10 കഴിഞ്ഞാലേ എനിക്ക് അവനെ അടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. അപ്പൊ 10 വരെ ഇവൻ എണ്ണ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ അറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇവിടെ അറിയലാണ്. എനിക്ക് ദേഷ്യമുണ്ട്, ഇതാ എനിക്ക് ദേഷ്യം വരുന്നു, എല്ലാം കഴിഞ്ഞിട്ടല്ല. കഴിഞ്ഞാൽ അറിയും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരും ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയിക്കും ചിലർ. ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു കാര്യമാണ്. ഇവിടെ പറയുന്നു, ഗുണങ്ങളും ഗുണകർമ്മ വിഭാഗങ്ങളും അതിലൊക്കെ വർത്തിക്കുന്നു, പക്ഷെ അവൻ അറിയുന്നു, അതിൽ സംഘം ചേരുന്നില്ല. ഇത് ഭഗവാൻ പറയുന്ന വേറൊരു കലയാണ്. അതിനെ സ്വാമിജി ആർട്ട് ഓഫ് ലിവിംഗ് എന്നാണ് 3-ാം അധ്യായത്തിന് പേര് കൊടുത്തിരിക്കുന്നത്. അതൊരു കലയാണ്, അതിൽ ജീവിക്കുക എന്നുള്ളത്. അഭ്യസിക്കാൻ പറ്റുമോ നോക്കാം. അതുകൊണ്ട് ഈ ഇവിടുന്ന് തുടർന്നുള്ള ആശയങ്ങളൊക്കെ ചേർന്ന് നിൽക്കുന്നതാണ്. ശ്ലോകങ്ങളെ ഒരുമിച്ച് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. നോക്കാം അടുത്ത ശ്ലോകം. പ്രകൃതേർഗുണസമ്മൂഢാഃ സജ്ജന്തെ ഗുണകർമ്മസു താന കൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയേത്. വീണ്ടും നമുക്കൊരു നിർദ്ദേശം തരികയാണ്. പ്രകൃതേഹേ ഗുണസമ്മൂഢാഃ സജ്ജന്തെ ഗുണകർമ്മസു താന കൃഷ്ണവിദഃ മന്ദാൻ കൃഷ്ണവിദ് ന വിചാലയേത്. പ്രകൃതേഹേ ഗുണസമ്മൂഢഃ, പ്രകൃതിയുടെ ഗുണങ്ങൾ അറിയാത്തവര് ഗുണകർമ്മസു, ഗുണകർമ്മങ്ങളില് സജ്ജന്തേ, അതിൽ ബദ്ധരാകുന്നു. അവർക്കറിയില്ല. അവർ വീണ്ടും അതിലിങ്ങനെ പോയി. കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ ഓർമ്മിപ്പിച്ചുവല്ലോ, പഞ്ചദശീല വിദ്യാരണ്യ സ്വാമികൾ പറയുന്ന നദ്യാം കീടാഹ ഇവ വർത്താന്തര ഇവ. അതായത് എങ്ങനെയാണോ നദിയുടെ ചുഴിയിൽപ്പെട്ട കീടം പോലെ ചുഴിയിൽ നിന്ന് അങ്ങനെ കറങ്ങി വീണ്ടും അടുത്ത ചുഴിയിൽ, വീണ്ടും അടുത്ത ചുഴിയിൽ, ഇങ്ങനെ കർമ്മത്തിന്റെ ചുഴിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പലതിലും പോയിട്ട് അവരിങ്ങനെ ഒട്ടകം മുള്ളു തിന്നുന്നത് പോലെ എന്നൊക്കെ പറയും. അത് വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കണം. വരുന്നത് അതിന്റെ നാവിൽ നിന്നാണെന്ന് അറിയാതെ വീണ്ടും അത് കഴിക്കും എന്ന് പറയും. ഇതുപോലെ അവരതിലങ്ങനെ വീണ്ടും ബദ്ധിതരാകുന്നു. അകൃത്സ്നവിദഃ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കാര്യം അറിയാത്ത താൻ മന്ദാൻ, ആ മന്ദന്മാരെ, മൂഢന്മാരെ കൃഷ്ണവിദ് അറിയുന്നവൻ, ഒരു ജ്ഞാനി ന വിചാലയെ ചലിപ്പിക്കരുത്, ഇളക്കരുത്. നല്ല നിർദ്ദേശമാണ് ഇതൊക്കെ. നമ്മൾ നേരെ വിരുദ്ധമായിട്ടാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് പറയാം, ഉടനെ പോയിട്ട് ഇടപെടണം എന്നാ. അല്ല, അതിപ്പം കോടതിയിൽ കേസ് എന്താ ചോദിച്ചു, മോഷണം. എന്താ മോഷ്ടിച്ചത്? ഒരു മാലയാ. എന്തിനാ മോഷ്ടിച്ചത്? ഫൈൻ അടയ്ക്കാൻ. എന്തിനാ ഫൈന്? മോഷ്ടിച്ചതിന്. ഇങ്ങനെയുണ്ട്. മോഷ്ടിച്ചതിന് ഫൈൻ അടയ്ക്കാൻ, വീണ്ടും മോഷണം. അപ്പം തെറ്റ് ചെയ്യുക, ഒരു ശരി തീർക്കാൻ അത് ഫൈൻ അടയ്ക്കണം എന്നുള്ളത് ഒരു കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി വീണ്ടും തെറ്റ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ നന്നായി അറിഞ്ഞിരിക്കണം. ഈ എവിടെയാണ് നമ്മൾ ശരിയാക്കുന്നത്? പലപ്പോഴും നമുക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഇപ്പം ഈ കുട്ടികൾ വളരുന്നത് അമ്മമാർക്ക് അറിയാറില്ല. നിങ്ങൾക്ക് സ്വാമി ഇങ്ങനെ പറയുമ്പം നിങ്ങളൊന്ന് മനസ്സിരുത്തുന്നത് നല്ലതാണ്. ഇതൊക്കെയാണ് നമ്മുടെ പ്രായോഗിക വേദാന്തേ. അമ്മ മകനെ വീട്ടിലാക്കിയിട്ട് പോകുന്നു. അപ്പൊ അവനോട് ചോദിച്ചു, മോനെ നേരത്തെ പോണം അമ്മയ്ക്ക്.
മോനെ ഞാൻ നിനക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി വെക്കണം. അപ്പൊ അവൻ പറഞ്ഞു വേണ്ട അമ്മ പോയിക്കോളൂ, ഞാൻ എന്തെങ്കിലും ബ്രെഡ് എന്തെങ്കിലും കഴിച്ചോളാം, ഞാൻ നാളെ കുറച്ച് വൈകിട്ട് എഴുന്നേക്കുള്ളൂ. അപ്പൊ അമ്മയ്ക്ക് നേരത്തെ പോകണം, ഞായറാഴ്ച. എന്നിട്ടും അമ്മയ്ക്ക് ആണെങ്കിൽ മനസ്സ് വരുന്നില്ല. അമ്മ പറഞ്ഞു ഞാൻ നിനക്ക് ഇഡലി ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. വേണ്ടമ്മേ. പിന്നെയും കുറെ കഴിഞ്ഞ് അവനെ തോണ്ടിയിട്ട് വിളിക്കും, ഞാൻ നിനക്ക് ഇഡലി ചട്ടണി ഉണ്ടാക്കി വെക്കാം. അവസാനം അവൻ പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ, ഉണ്ടാക്കി വെച്ചു. അങ്ങനെ ഇവരുണ്ടാക്കി വെച്ചു. ആദ്യം എന്ത് ചെയ്തു, അവൻ എഴുന്നേറ്റ കാണാൻ പാകത്തിന് മേശപ്പുറത്ത്, ഇത് റൂമിലത്തെ മേശപ്പുറത്ത് വെച്ചു. പോവാൻ നേരത്തെ അമ്മയ്ക്ക് സംശയം, അയ്യോ അത് അവൻ കാണുമോ. അത് അവിടുന്ന് പിന്നെ തിരിച്ചു വന്ന് അത് അവിടുന്ന് എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചു. ഡൈനിങ് ടേബിളിൽ വെച്ച് പോവാൻ നേരത്ത് വീണ്ടും ഓർമ്മ, അയ്യോ അത് അവന് മനസ്സിലാവോ. അതുകൊണ്ട് അവന് എന്ത് ചെയ്തു, വലിയ അക്ഷരത്തില് ഇഡലി എന്ന് എഴുതിയിട്ട് ഇങ്ങനെ വെച്ചു. അവൻ നോക്കിയാൽ കാണണം, അത്രയും പാകത്തിന് ഒരു A3 ഷീറ്റ് എടുത്തിട്ട് ഇഡലി എന്ന് പറഞ്ഞ് അങ്ങനെ വെട്ടി വരയിട്ടിട്ട് അങ്ങനെ എഴുതി വെച്ചു. അവൻ എഴുന്നേറ്റ് ഉടനെ അത് കണ്ടു, അവൻ കഴിക്കുകയും ചെയ്തു. പിന്നെ അമ്മ അടുക്കളയിൽ വന്ന് നോക്കുമുണ്ട്, സ്റ്റൗവിന്റെ അവിടെ ഗ്യാസ് സ്റ്റൗ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്കുള്ള നിർദ്ദേശം. അപ്പൊ നമ്മൾ വിചാരിക്കുന്നു കുട്ടികൾ വളർന്നിട്ടില്ല, ഇഡലി എന്ന് എഴുതി വെച്ചു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ചലിപ്പിക്കലാണ്. നമ്മൾ വിചാരിക്കണം അയ്യോ അതെങ്ങനെയാ ശരിയാവുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഈ കർമ്മയോഗത്തിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കണം. അവർ വളരുന്നുണ്ട്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ പോയിട്ട് പിടിച്ചിളക്കരുത്. ആര് ഇവിടെ പറയുന്നതാ, എന്നാ വിചാലയെ ചലിപ്പിക്കരുത്. അവർ ചെയ്യുന്നത് ചിലപ്പോൾ ശരിയൊക്കെ ആയിരിക്കാം, എന്നാൽ ഇത് ജ്ഞാനിയാണ് നമ്മൾ, നമുക്ക് അറിവൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷെ എന്ത് വേണം, ഇളക്കണ്ടെന്ന് പറയാം. ഇഡലിന്നൊന്നും എഴുതണ്ട. വിശക്കുമ്പോ അവൻ എന്തെങ്കിലുമൊക്കെ തുറന്നു നോക്കും എന്ന് ചിന്തിക്കുക. ഞാൻ കുട്ടിക്കാലത്ത് വിശക്കുമ്പോ എങ്ങനെയായിരുന്നു, ഉള്ള അടപ്പ് മുഴുവൻ തുറന്നു നോക്കുമല്ലോ, ഇല്ലേ? ഒന്നുകിൽ പച്ചയെങ്കിലും എടുത്ത് കഴിക്കാൻ തുടങ്ങില്ലേ. അപ്പൊ അതുകൊണ്ട് അവൻ നോക്കും, എവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ചോളൂ. അധികം അതിനെക്കുറിച്ച് ആലോചിക്കണ്ടെന്ന്. ഇവിടെ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. ഇതൊക്കെ നമുക്ക് ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അറിവില്ലാത്തവരെ അറിവുള്ളവർ ഇളക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. തുടർന്ന് മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. മയി സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശി നിർമ്മമഃ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. സർവാണി കർമാണി മയി സന്യസ്യ. ഗംഭീരായിട്ടുള്ള പ്രയോഗ, ശരിക്കും മനസ്സിലാക്കേണ്ടതും നമ്മളൊക്കെ പലപ്പോഴും ചെയ്തിട്ടുള്ളതുമാണത്. അതുകൊണ്ട് ശ്രദ്ധാപൂർവം തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. സർവാണി കർമാണി, എല്ലാ ആണിയും പെട്ടു. ഇനി ഒരു മുള്ളാണി പോലും ഇല്ല എന്ന് പറയാം. ബാക്കി സർവാണി കർമാണി, എല്ലാ കർമ്മങ്ങളും മൈ സന്യസ്യ, എന്നിൽ സമർപ്പിച്ച്. എങ്ങനെയാണ് കർമ്മങ്ങളെ ഭഗവാനിൽ സമർപ്പിക്കേണ്ടത്? മാറിമറിയുന്നതാണ് ശരീരം. ആ ശരീരത്തിന് നാശമുണ്ട്. ശരീരത്തിന്റെ നാശത്തിൽ ആത്മാവിന് നാശമില്ല. നീയും ഞാനുമെല്ലാം ആത്മാവാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആത്മാവിന്റെ നിലയിൽ നിന്നിട്ട്, ആ ഒരു ഉയർന്ന പടിയിൽ നിന്നിട്ടാണ് ഭഗവാൻ മൈ സർവാണി കർമാണി സന്യസ്യ എന്ന് പറഞ്ഞത്. സർവധർമാൻ പരിത്യജ്യയുടെ വേറൊരു വശമാണിത്. അപ്പൊ ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാം, അതൊന്നും തെറ്റാണ് എന്ന് പറയില്ല. ഏത് ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അത് മാത്രാണോ? അല്ല എന്ന് പറയാം. അപ്പൊ എവിടുന്നെങ്കിലും ഒരു ഭഗവാനെ കെട്ടിവലിച്ച് കൊണ്ടുവരുന്നതിന് വിഷമമുണ്ടെങ്കിൽ, കാരണം ഭഗവാൻ നമ്മുടെ ചെയ്തികളിലും നമ്മുടെ വികാര വിചാരങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ വളരെ എളുപ്പമല്ലേ? അതല്ലേ ദ്രൗപദിയുടെ കഥ പറയുമ്പോ അങ്ങനെ പറഞ്ഞു തന്നത്.
ദ്രൗപദി പലതും വിളിച്ചു നോക്കിയെന്നല്ലേ പറയുന്നത്, ഇല്ലേ? അല്ലയോ ദ്വാരകാവാസിൻ, വൈകുണ്ഠനാഥ എന്നൊക്കെ പറഞ്ഞപ്പം ഭഗവാൻ പോയില്ല എന്നാണ് ദ്രൗപദിയെ രക്ഷിക്കാൻ. വിവസ്ത്രയായി നിന്ന് കരയുന്ന ദ്രൗപദി അവസാനം രണ്ടു കൈയും പോക്കി ഹൃദയകമലവാസിൻ എന്ന് പറഞ്ഞപ്പോഴാണ് അത്ര ഭഗവാൻ വലിയ സാരിയൊക്കെ ആയിട്ട് വന്നത്, ഇല്ലേ? അപ്പൊ ഹൃദയകമലവാസിൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അധികം ദൂരമൊന്നുമില്ല എന്ന് പറയാം. ഉപനിഷത്തിൽ തദ്ദൂരെ എന്ന് പറയുന്നുണ്ട്. അത് ദൂരത്താണ്, ആർക്ക്? അജ്ഞാനിക്ക്. തത് അന്തികെ, അത് അടുത്താണ്, ആർക്ക്? ജ്ഞാനിക്ക്. അറിയാം. എല്ലാവർക്കും നമസ്കാരം. ഉപനിഷത്തിൽ തദ്ദൂരെ എന്ന് പറയുന്നുണ്ട്. അത് ദൂരത്താണ്, ആർക്ക്? അജ്ഞാനിക്ക്. തത് അന്തികെ, അത് അടുത്താണ്, ആർക്ക്? ജ്ഞാനിക്ക്. അത് അജ്ഞാനിയെ സംബന്ധിച്ച് അത് എവിടെയോ ആണ്. അപ്പൊ അവിടുന്ന് കെട്ടിവലിച്ച് കൊണ്ടുവന്ന് വേണം സമർപ്പിക്കാൻ. അപ്പം ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക, നാം ഇതുവരെ ചെയ്തു പോന്നിട്ടുള്ളതൊക്കെ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല, ശരി തന്നെ. തെറ്റല്ല, അത് ശരി തന്നെ. നാം രാഷ്ട്രത്തെ ആരാധിക്കും. 12-ാം അധ്യായത്തിലാണ് സ്വാമിക്ക് അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയാനുള്ളത്. അതില് അർജുനൻ ചോദിക്കുന്നുണ്ട് സഗുണ ആരാധനയെക്കുറിച്ചും നിർഗുണ ആരാധനയെക്കുറിച്ചും. അപ്പൊ ആ സംശയങ്ങളെ മുഴുവൻ ദൂരീകരിക്കാം. എന്നാലും ഈ സന്ദർഭത്തിൽ പറയേണ്ടതുണ്ട്, സർവാണി കർമാണി മൈ സന്യസ്യ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ ത്യജിച്ച് എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എന്താണെന്നറിയോ, വീണ്ടും ഒരു അഹങ്കാരം ഉണ്ടാവും. ഞാൻ ആ സമർപ്പിക്കുന്നത് ആ ഒരു ഒന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതാണുള്ളത്, പിന്നെ ഞാനില്ലേ. പിന്നെ ഈ പറയുന്നത് എന്താണെന്നറിയോ, ഭഗവാനെ എന്നെ രക്ഷിക്കണേന്നാ. ഈ അഹങ്കാരത്തെ വീണ്ടും രക്ഷിക്കണം എന്നാ പറയുന്നത്. ഭഗവാനെ അല്ലേ, ആ നെഞ്ചത്ത് കൈവച്ചിട്ട് ഒരു കുനിയലുണ്ട്, വിടരുത് എന്നെ, ഇതിങ്ങനെ അമർത്തുമുണ്ട്, വിടരുത്. അതുകൊണ്ടാ പോകുമ്പോ വീണ്ടും ഒന്നുകൂടെ ആ ഒന്നുകൂടെ കുനിയുന്നത് മറക്കരുത്. ഇല്ല, ഈ കുനിയാൻ പാകത്തിനാക്കുന്നവനാരാണ്? അതുകൊണ്ട് സർവാണി കർമാണി മൈ സന്യസ്യ എന്ന് പറഞ്ഞാൽ എന്നിൽ സമർപ്പിച്ച്, സന്യസ്യ എന്നുള്ള വാക്കാ പറഞ്ഞത്, സന്യാസം തന്നെയാണ് എടുത്തത്. അതിന്റെ ഏറ്റവും പരമമായ വാക്ക് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ നീയില്ല, സന്യാസത്തിൻ്റെതില് തന്റെ തന്നെ സമർപ്പണമാണ് സന്യാസം. അതുകൊണ്ടാ തനിക്ക് താൻ പിണ്ടം വയ്ക്കുന്നത്, ബലി, തന്റെ താൻ മരിച്ചു, അതിനും കൂടെ കർമ്മം ചെയ്യുകയാണ്. എങ്ങനെയിരിക്കും സന്യാസത്തിലേക്ക് പ്രവേശിക്കുന്ന? അതൊന്ന് നോക്കൂ, ആത്മപിണ്ഡം വയ്ക്കലേ, തനിക്കും അത് വയ്ക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് താൻ അതും കൂടെ ആരംഭത്തിൽ അങ്ങോട്ട് ചെയ്തേക്കുക, എല്ലാം സമർപ്പിക്കുക. പിന്നെ ഞാനാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയാം, പിന്നെ നീയില്ല. അവിടെ സർവാണി കർമാണി മൈ സന്യസ്യ. എന്നിട്ടോ അധ്യാത്മചേതസ, പിന്നെയുള്ള ചേതസ് എങ്ങനെയുള്ളതാണ്? അധ്യാത്മചേതസ്, ആത്മവിചാരത്തോടു കൂടിയിട്ടുള്ള ബുദ്ധി, ഒരു ധ്യാനാവസ്ഥിത മനസ്സ്. അവിടെയാണ് എല്ലാം വെളിപ്പെട്ട് കിട്ടുന്നത്. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളോ കണ്ടെത്തലുകളോ എല്ലാം വെളിപ്പെടുന്നത് ഇതിലാണ്. ഒരു സംഗീതം പോലും ഉദ്ഭവിക്കുന്നത് ഇവിടെയാണ്. ഒരു നല്ല ചെറുകഥ പോലും ഉണ്ടാവുന്നത് ഇവിടെയാണ്. അഹങ്കാരത്തിന്റെ നാശത്തിലാണ്. പിന്നെ ഈ അവാർഡ് മേടിക്കുമ്പോഴൊക്കെയാണ് അത് വീണ്ടും കയറി വരിക. പലരോടും ചോദിച്ചു നോക്കൂ, സൃഷ്ടിയെക്കുറിച്ചൊക്കെ പല മഹാത്മാക്കളും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അറിയില്ല എന്ന്. ആ സമയത്ത് ആരോ ആണ് എഴുതി വെച്ചത്, ഞാനാണെന്ന് എനിക്ക് ഒരു ഉറപ്പില്ല. അധ്യാത്മചേതസ, ആ ധ്യാനാവസ്ഥിത മനസ്സോട് കൂടിയിട്ട്, അധ്യാത്മ ബുദ്ധിയോട് കൂടിയിട്ട്, നിരാശീഹി, ആശാരഹിതനായിക്കൊണ്ട്, നിർമ്മമഃ, വീണ്ടും പറയണം, നിർഗതം മമത്വം യസ്യ ഭാവ നിർമ്മമത്വം, എന്റേത് എന്നൊരൽപ്പം ചിന്ത പോലും ഇല്ലാത്ത, ഭൂത്വ, ഭവിച്ചിട്ട്, യുദ്ധ്യസ്വ, യുദ്ധം ചെയ്യാം, ബാലേ ബാഷ്. അങ്ങനെ ഉണ്ടാവും പിന്നത്തെ യുദ്ധം, അല്ലേ? അങ്ങനെയൊരു യുദ്ധം സാധ്യമാണോ എന്നാണ്, സാധ്യമാണ് എന്നതാണ് ഭഗവാൻ പറയുന്നത്. അതാണ് യുദ്ധം. അപ്പൊ ഇതുവരെ നടന്ന യുദ്ധങ്ങളെല്ലാം തെറ്റ്.
ഈ യുദ്ധം പോലും നമ്മൾ കണ്ടിട്ടില്ല. കൃഷ്ണന് പറയാനുള്ളത് അതാ. ഇതുവരെ ലോകം കണ്ടിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും, ലോകത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ യുദ്ധങ്ങളും തെറ്റാണ്. എല്ലാം തെറ്റാണെന്നാണ്. യുദ്ധത്തിൽ എന്താ ആദ്യം തന്നെ ഉണ്ടാകുന്നത്? അവനെ ശരിയാക്കണം, തോൽപ്പിക്കണം, നമുക്കതിനെ പിടിച്ചെടുക്കണം. മമത്വമാണ് യുദ്ധത്തെ ഉണ്ടാക്കുന്നത് തന്നെ. ഭഗവാൻ ഇനി കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പോകുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് യുദ്ധം എന്ന് പറയുന്നത് തന്നെ എന്താണെന്ന് മനസ്സിലാവുക. ഈ മഹാഭാരത യുദ്ധം തന്നെ മനസ്സിലാവണമെങ്കിൽ ഇതുവരെയുള്ള യുദ്ധത്തിന്റെ ഒരു ആ പരിചയം വെച്ചിട്ടാണ് നമ്മൾ ഈ യുദ്ധത്തെയും കൂടെ ചിത്രീകരിക്കുന്നത്, കാണുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള യുദ്ധങ്ങളിലെല്ലാം ചതിയാണ്, കൊടും ചതി, ഇല്ലേ? യുദ്ധചരിത്രം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതും അതുതന്നെയാണ്. യുദ്ധത്തെ മുൻനിർത്തിയിട്ടല്ലേ നമ്മൾ വികസിച്ചതെല്ലാം? അല്ല എന്ന് പറയാൻ പറ്റൂ. എല്ലാ വികസനങ്ങളും ഉണ്ടായത് യുദ്ധത്തെ മുൻനിർത്തിയിട്ടാണ്. എല്ലാം. അതിവേഗത്തിലോടുന്ന വാഹനങ്ങൾ, സൂപ്പർസോണിക് വിമാനങ്ങൾ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്? യുദ്ധം. ഒരു മിനിറ്റിൽ അമേരിക്കയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് ബോംബിട്ട് പോകുന്ന സാധനങ്ങൾ, റഡാറിൽ പോലും പിടിക്കാൻ പറ്റാത്ത അത്രയും വേഗതയിൽ, പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങള്, അതിന്റെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്ന ഗവേഷണശാലയുടെ താത്പര്യം എന്താണ്? എത്രയും പെട്ടെന്ന് മരുന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. പറയും വേണമെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഒരു മരുന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. പക്ഷെ ഉദ്ദേശം അതല്ല. അവിടുന്ന് ബോംബിട്ടിട്ട്, അവിടുന്ന് ബോംബ് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് എത്തണം. ഏതും നമ്മൾ ധാന്യങ്ങൾ സംരക്ഷിക്കാൻ, കേടുകൂടാതെ ധാന്യങ്ങളെ സൂക്ഷിക്കാൻ നാം എന്താ പറയാ, വിദ്യകൾ മെനഞ്ഞെടുത്തത് എന്തിനെ മുൻനിർത്തിയിട്ടാണ്? ഈവൻ പെൻസിലിൻ പോലും കണ്ടുപിടിച്ചത് യുദ്ധത്തിന് വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെ പുതിയ ശരീരത്തെ തുന്നിക്കെട്ടാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്താൻ, തിയേറ്റർ പോലും ഇല്ലാതെ ഓപ്പറേഷൻ എങ്ങനെ നടത്താം? മിലിറ്ററിയിൽ കൊടുക്കുന്ന ട്രെയിനിങ് ഒക്കെ എന്താ? എങ്ങനെ 1 മണിക്കൂർ കൊണ്ട് പാലം ഉണ്ടാക്കാം? എന്തിനു വേണ്ടിയിട്ട്? യുദ്ധത്തിന് വേണ്ടിയിട്ട്. കാമരാഗ വർജിതം ബലം അഹമസ്മി എന്നൊരു പ്രയോഗമുണ്ട് ഭഗവാന്റെ. അപ്പൊ ഈ യുദ്ധത്തെ മുൻനിർത്തിയുള്ള ബലമാണ് ലോകം ഇതുവരെ കണ്ടിട്ടുള്ളത്. കാമരാഗ വിവർജിതം ബലം, യുദ്ധമില്ലാത്ത ഒരു ബലം, അത് ഞാനാകുന്നു എന്ന് 10ാം അധ്യായത്തിൽ വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ നേട്ടങ്ങളും, നമ്മുടെ ബിൽഡിങ്ങുകള്, ഇനിയിപ്പം WTC വേൾഡ് ട്രേഡ് സെന്ററിന്റെ അവിടെ വരാൻ പോകുന്ന പുതിയ കെട്ടിടം, അല്ലെങ്കിൽ വിമാനം കൊണ്ട് എങ്ങനെ കെട്ടിടം ഇടിച്ചു വീഴ്ത്താം എന്നുള്ളത് കണ്ടെത്തിയിപ്പം. ഇനി അതിന്റെ സാധ്യതയെക്കുറിച്ച്, എങ്ങനെ അത് വരാതിരിക്കാൻ പാകത്തിനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാം. അഥവാ ഒരു കെട്ടിടത്തിന് നേരെ ഒരു വിമാനം വരികയാണ്, ഈ കെട്ടിടത്തിൽ നിന്ന് ആ വിമാനത്തെ ബോംബ് ചെയ്ത് താഴ്ത്ത് വീഴ്ത്താനുള്ള പദ്ധതികൾ പല വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന അന്തർവാഹിനികൾ എന്തിനാ നാം കണ്ടെത്തിയത്? കടലിനെ കുറിച്ച് ഗവേഷണം നടത്താനാണോ? അല്ല. ശത്രു പോലും അറിയാതെ വെള്ളത്തിന്റെ ഉള്ളിൽ കൂടെ പോവുക, എന്നിട്ട് അവിടെ എത്തിയിട്ട് ബിഷ്കും, എന്നിട്ട് ഇങ്ങോട്ട് പോരുക. നമ്മുടെ ഊർജത്തെ മുഴുവൻ നാം വിനിയോഗിച്ചത് എന്തിനു വേണ്ടിയാ? ചന്ദ്രനിൽ പോയി നിന്ന് നോക്കിയാൽ ബെർലിൻ മതിൽ കാണും അത്ര. ആ വാർത്ത വായിച്ചപ്പോ അത്ഭുതപ്പെട്ടു പോയി. നാം തീർത്ത മതിലെ, ആ മതിലിന്റെ ഒരു വലിപ്പം, നമ്മുടെ ഊർജത്തെ മുഴുവൻ നാം വിഭജിച്ച് ഒരു ജനതയെ വിഭജിക്കാനും എന്തിനാ യുദ്ധം? നമ്മുടെ മുഴുവൻ കായികാധ്വാനവും ചെലവഴിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു യുദ്ധം എന്ന് പറയുമ്പം നമ്മൾ ഇതുവരെ കണ്ട യുദ്ധമേ അല്ല. ഇപ്പൊ ഭഗവാൻ പറയുന്നതും അതാണ്. യുദ്ധ്യസ്വ, യുദ്ധം ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഒരു പുതിയ യുദ്ധത്തിന് തയ്യാറാവണം.
നോക്കാം തുടർന്ന്. യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തോ ന സൂയന്തഃ മുച്യന്തേ തേപി കർമ്മഭിഃ. യേ മേ മതമിദം നിത്യം അനുതിഷ്ഠന്തി മാനവാഃ ശ്രദ്ധാവന്തഃ അനസൂയന്തഃ മുച്യന്തേ തേ അപി കർമ്മഭിഃ. യേ മാനവാഃ, ഏതേത് മനുഷ്യന്മാരാണോ, മാനവാഹ മനുഷ്യന്മാര്, ശ്രദ്ധാവന്തഃ ശ്രദ്ധയുള്ളവരായി. എന്താ ശ്രദ്ധ എന്ന് പറഞ്ഞാല്? ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണ സാ ശ്രദ്ധ. ശാസ്ത്രവാക്യങ്ങളിലും ഗുരുവാക്യത്തിലും ആചാര്യന്റെ വാക്യത്തിലും സത്യബുദ്ധിയോടുകൂടി അവധാരണം ചെയ്യാനുള്ള ശേഷിയെ, സാമർത്ഥ്യത്തെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. വെറുതെ കേട്ടത് അങ്ങനെ അപ്പടി വിഴുങ്ങലല്ല. ശരിയാണോ എന്ന് സ്വയം മനനം ചെയ്യാം. ശ്രവണാനന്തരമുള്ള മനനത്തെ ശ്രദ്ധ എന്ന് പറയുന്നു. അങ്ങനെ ശ്രദ്ധാവന്തഃ ശ്രദ്ധയുള്ളവരായി, അനസൂയന്തഃ അനസൂയയായിരിക്കണം, അസൂയയില്ലാത്തവരായി. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ അസൂയ? അസൂയ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലാണ് നോട്ടം തന്നെ. അത് തന്നെയാണ് അസൂയ. ഗീതായജ്ഞം കേൾക്കുമ്പോൾ തന്നെ അങ്ങനെ ആലോചിക്കുക, ഇത് അവർക്ക് മനസ്സിലാവുന്നുണ്ടാവോ, ഇത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവോ എന്ന്. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരുമില്ല. ഭാര്യയ്ക്ക് സംശയം ഭർത്താവിന് മനസ്സിലാവുന്നുണ്ടോ, ഭർത്താവിന് സംശയം ഭാര്യയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ. എന്നിട്ട് അവര് ഇറങ്ങുമ്പോ ചോദിക്കും, നിനക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞത് എന്താ? അല്ല, അത് സാരില്ല, എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞു തരാമെന്ന് പറയാം. അപ്പം മറ്റുള്ളവനിൽ ദോഷം ദർശിക്കുക, ഒന്നിലും ദോഷം ദർശിക്കാതിരിക്കുക. ദോഷം എന്നല്ല, ഒന്നും ദർശിക്കേണ്ടെന്ന് പറയാം. ഇങ്ങനെ ശ്രദ്ധാവന്തഃ അനസൂയന്തഃ മേ ഇദം മതം, എന്റെ ഈ മതത്തെ, സിദ്ധാന്തത്തെ, അഭിപ്രായത്തെ നിത്യം അനുതിഷ്ഠന്തി. കൊല്ലത്തിൽ ഒരിക്കലെന്നല്ല, ശ്രീകൃഷ്ണ ജയന്തിക്ക് അനുതിഷ്ഠന്തി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നിത്യം, എപ്പോഴും അനുതിഷ്ഠന്തി, അനുഷ്ഠിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ചേർത്ത് വായിച്ചു കൊള്ളണം. എന്ത്? ഇത് നിത്യജീവിതത്തിൽ അങ്ങേയറ്റം പ്രായോഗികമാണ്. ഇതൊരു ഉട്ടോപ്യൻ സിദ്ധാന്തമല്ല. കരചരണങ്ങളിൽ ആവാഹിച്ച് പ്രതിഷ്ഠിക്കാൻ പോന്നതാണിത്. അതുകൊണ്ട് ഇതിന് നിത്യതയുണ്ട്. ഭഗവാൻ തന്നെയാ പറയുന്നത്. ആരാണോ നിത്യം അനുഷ്ഠിക്കുന്നത്, നിത്യം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തില് എന്താ പറയാ, അനുനിമിഷം എന്നാണ്, എപ്പോഴും എന്നാണ് നിത്യം, എപ്പോഴും. തേ അപി, അവർ, കർമ്മഭിഹി, കർമ്മങ്ങളാൽ മുച്യന്തേ, മോചിക്കപ്പെടുന്നു. കർമ്മങ്ങളാൽ അവർ ബന്ധിക്കപ്പെടുന്നില്ല, കർമ്മങ്ങളാൽ അവർ മോചിക്കപ്പെടുന്നു. അവർക്ക് ഈ കർമ്മസ്പർശം ബന്ധനമല്ല. ഒരുവന് സ്പർശനം ബന്ധനമല്ല, ഒരുവന് ദർശനം ബന്ധനമാവും. നമ്മളൊരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, പുഴ കടക്കുന്നത്, ഇല്ലേ? ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്നു, പക്ഷേ സംഘം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് ബന്ധനമില്ല. ഒരുവന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ മാനസികമായിട്ട് ജോലി ചെയ്തു, പക്ഷെ ബന്ധനം ഉണ്ടാക്കി എന്ന് പറയും. അപ്പൊ ശ്രദ്ധാവന്തഃ അനസൂയന്തഃ, രണ്ട് ഗുണങ്ങളെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധയുള്ളവനായിരിക്കണം, അസൂയ ഇല്ലാത്തവനും ആയിരിക്കണം. അസൂയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വളരെ ലളിതമാണ് കാര്യം. മറ്റുള്ളവന്റെ ഇതിൽ ഇടപെടണ്ട. നമ്മളതിൽ ഒരാളുടെ കാര്യത്തിലും നമ്മൾ ഇടപെടണ്ട. അല്ല സ്വാമി, അതൊരു ചിലർക്കിത് കേൾക്കുമ്പോണ്ടല്ലോ അതങ്ങോട്ട് മനസ്സിലാവില്ല. അവര് പറയും, സ്വാമിക്ക് ഗീതയൊക്കെ പറയാൻ അറിയാട്ടോ, പക്ഷേ പോരാ. അതെന്താ? അല്ല, ചിലതൊന്നും എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതിപ്പോ സ്വാമി ഇന്ന് പറഞ്ഞില്ലേ നമ്മൾ മറ്റുള്ള കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. അപ്പം എന്താ സ്വാമി പറഞ്ഞു വരുന്നത്? കുട്ടികൾ പഠിക്കുന്നതിൽ ഇപ്പൊ നമ്മൾ പറയണ്ടേ, പഠിക്കണമെന്ന് പറയണ്ടേ? നിങ്ങൾ അവരോടൊന്ന് ചോദിക്കും, മോളെ ഞാൻ പഠിക്കണം എന്ന് പറയുന്നതാണോ ഇഷ്ടം, പഠിക്കണ്ട പറയുന്നതാണോ ഇഷ്ടം? അവരുത്തരം പറഞ്ഞു തരും. അല്ല സ്വാമി, അപ്പൊ അവരെ ഇതിന് വിട്ടോളാനാ? അതെ,
ഒന്ന് വിട്ടു നോക്കൂന്നേ, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് പരീക്ഷിക്കാലോ നമുക്ക്. പിന്നെ അതിനും ഇതിനൊക്കെ ഈ ഇത് കാണല് വിടും. ചന്ദ്രനിൽ പോലും ദോഷങ്ങൾ കാണുന്നു എന്നാ. എല്ലാറ്റിലും ദോഷം കാണുന്നു, എല്ലാറ്റിലും നമുക്കൊരു അഭിപ്രായമുണ്ട്. ഒരു 3 കാക്ക പോകുമ്പോ ഒന്ന് എവിടെയെന്ന്, ഒന്ന് എവിടെയെങ്കിലും 3 പോവില്ലേ, 4 പോകും അല്ലേ. അതുകൊണ്ട് ഒന്നിനെയും ഒരു തരത്തിലും ദോഷം ദർശിക്കേണ്ട. നോക്കാം. യേ ത്വേ തദഭ്യസൂയന്തഃ നാനുതിഷ്ഠന്തി മേ മതം സർവജ്ഞാനവിമൂഢാംസ്താൻ വിദ്ധി നഷ്ടാന ചേതസഃ. വീണ്ടും ചിലരെ കുറിച്ച് ഭഗവാൻ പറയുന്നു, ഗോൺ കേസ് എന്ന് പറയാം. ആരാണത്? ഏതു മേ ഏതത് മതം അഭ്യസൂയന്തഃ ന അനുതിഷ്ഠന്തി അചേതസഃ സർവജ്ഞാന വിമൂഢാൻ താൻ നഷ്ടാൻ വിദ്ധി. ഏതു ആരൊക്കെയാണോ മേ ഏതത് മതം എന്റെ ഈ മതത്തെ, അഭിപ്രായത്തെ, അഭ്യസൂയന്തഃ അതിൽ ദോഷം ദർശിക്കുന്നത്, ഇത് നടപ്പില്ല അങ്ങനെ ദോഷം ദർശിക്കുന്നത്, അതിനെ അവർക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ധൈര്യമില്ല. അപ്പോഴാണ് നമ്മൾ ദോഷം പറയുക. ഈ ദോഷം പറയുന്നത് എപ്പോഴാണെന്നറിയോ? ഈ അസൂയ ഈ അസൂയ ജയിക്കാൻ എങ്ങനെയാണ് വഴി എന്ന് ചോദിച്ചാൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം? ബഹുമാനം വളർത്തുക. ഏതിനോടാണ് അസൂയയുള്ളത് അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക. ഈ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിന് നിങ്ങൾ പെരുന്തച്ഛന്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും ശരിയാവില്ല. പെരുന്തച്ഛന് പോലും മോനോടുണ്ടായിരുന്നു പെരുന്തച്ഛൻ കോംപ്ലക്സ്. അപ്പൊ പിന്നെ അതില് എന്താ, മകൻ വലുതാവുന്നത് അച്ഛനെ പിടിക്കുന്നില്ല എന്നൊക്കെ. അങ്ങനെയൊന്നും ചിന്തിക്കുകയേ വേണ്ട. അതുകൊണ്ട് ദോഷം ആരാണ് എന്റെ ഈ അഭിപ്രായത്തില് ദോഷം കാണുന്നത്, ന അനുതിഷ്ഠന്തി മാത്രമല്ല അനുഷ്ഠിക്കാത്തത്, അചേതസഃ അവരവിവേകികളാണ്, പറയേണ്ട ആവശ്യമില്ല. അചേതസഃ സർവജ്ഞാന വിമൂഢാൻ ആത്മ കർമ്മ ജ്ഞാന വിഷയങ്ങളിലൊക്കെ തന്നെ മൂഢന്മാരായിട്ടുള്ള, അറിവില്ലാത്ത താൻ അവരെ നഷ്ടാൻ വിദ്ധി നഷ്ടപ്പെട്ടതായിട്ട്, അവരെ കാണാനില്ല എന്നുള്ള പരസ്യം കൊടുത്തോളാൻ അവരെക്കുറിച്ച്. നഷ്ടാൻ വിദ്ധി നഷ്ടപ്പെട്ടു എന്ന് പറയാം. അവരെ നഷ്ടപ്പെട്ടവരായിട്ട് കൂട്ടിക്കോ. എങ്ങനെയുള്ളവരെ നഷ്ടപ്പെട്ടവരായിട്ട് ഭഗവാന്റെ കണക്കിൽ പറയുന്നത്? ഭഗവാൻ നേരത്തെ പറഞ്ഞു, ആരാണോ ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹ അഖായുരിന്ദ്രിയാരാമ മോഹം പാർത്ഥ സജീവതി. മുൻപ് പറഞ്ഞു, ഈ ക്രമമായി നടക്കുന്ന ഈ ചക്രത്തെ, ചക്രത്തെ ആരാണോ അനുവർത്തിക്കാത്തത് അവനെ വിട്ടേക്കും. അവന്റെ കാര്യം നിങ്ങൾ മറന്നേക്കൂ എന്ന് പറഞ്ഞു. ഇപ്പൊ വീണ്ടും രണ്ടാമത് പറയുന്നു, ഞാൻ ഇതുവരെ പറഞ്ഞ ഈ അഭിപ്രായത്തെ ആരാണ് സംശയത്തോടുകൂടി നോക്കുന്നത്, മാത്രമല്ല ഇത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാതിരിക്കുന്നത്, അവന്റെ കാര്യവും വിട്ടേക്കൂ. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ ഇതാ ഉത്തരം, ഇതാ. കാരണം ഇതേ വഴിയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഇതാ. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതിർജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഗീതയുടെ ഏറ്റവും വലിയൊരു സൗന്ദര്യം, ഒരു ശ്ലോകം നമ്മൾ അനുസന്ധാനം ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും. ആ സംശയത്തിന് ഭഗവാൻ ഒരു ദൂരീകരണം, അതിന്റെ വിനാശത്തെ ചെയ്തു തരും. പറയുന്നു, സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേഹേ ജ്ഞാനവാൻ അപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഒരാൾക്ക് ഇതൊക്കെ കേട്ടപ്പം തോന്നി, സ്വാമി ഇങ്ങനെ അസൂയ ഉണ്ടാവരുത് എന്നൊക്കെ ശരി തന്നെ, സ്വാമി പറഞ്ഞല്ലോ, ബഹുമാനം വളർത്തണം. ശരി, ഞാൻ ശ്രമിക്കാം ബഹുമാനം വളർത്തണമെന്ന്. പക്ഷേ എപ്പോഴും നടക്കുന്നില്ല കേട്ടോ. ഞാൻ പലപ്പോഴും ഒക്കെ നോക്കിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോണു. ഞാൻ എന്താ ചെയ്യുക
എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം ഈ നേരത്തെ പറഞ്ഞ ശ്ലോകം നമ്മളെക്കുറിച്ച് പറഞ്ഞപ്പം നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തട്ടും. ശരിയാണ് സ്വാമി, ഒക്കെ ഉണ്ട്, ശരിയാണ്. അപ്പൊ ഇതാ ഭഗവാൻ നമ്മളെ സമാധാനിപ്പിക്കുക. അതാണ് ഗീതയുടെ ഒരു സൗന്ദര്യം. സദൃശം ചേഷ്ടതേ സ്വസ്യാഹ പ്രകൃതേഹേ ജ്ഞാനവാൻ അപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. ഒരാൾക്ക് ഇതൊക്കെ കേട്ടപ്പം തോന്നി, സ്വാമി ഇങ്ങനെ അസൂയ ഉണ്ടാവരുത് എന്നൊക്കെ ശരി തന്നെ, സ്വാമി പറഞ്ഞല്ലോ, ബഹുമാനം വളർത്തണം എന്ന്. ശരി, ഞാൻ ശ്രമിക്കാം ബഹുമാനം വളർത്തണം എന്ന്. പക്ഷെ എപ്പോഴും നടക്കുന്നില്ല കേട്ടോ. ഞാൻ പലപ്പോഴും ഒക്കെ നോക്കിയിട്ടുണ്ട്, എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോണു. ഞാൻ എന്താ ചെയ്യുക എന്നുള്ളൊരു സംശയം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, കാരണം ഈ നേരത്തെ പറഞ്ഞ ശ്ലോകം നമ്മളെക്കുറിച്ച് പറഞ്ഞപ്പം നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തട്ടും. ശരിയാണ് സ്വാമി, ഒക്കെ ഉണ്ട്, ശരിയാണ്. അപ്പൊ ഇതാ ഭഗവാൻ നമ്മളെ സമാധാനിപ്പിക്കുക. അതാണ് ഗീതയുടെ ഒരു സൗന്ദര്യം. അർജുനൻ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ തോന്നുകയാണ്. ഇതൊക്കെയാണ് അർജുനന്റെ പ്രശ്നങ്ങൾ. പറയണു, ജ്ഞാനവാൻ അപി, അറിവുള്ളവൻ പോലും സ്വസ്യാഹ പ്രകൃതേഹേ സദൃശം ചേഷ്ടതേ. സ്വസ്യാഹ തന്റെ പ്രകൃതേഹേ പ്രകൃതിക്ക്, പ്രകൃതിയെ അനുസരിച്ച്, തനിക്കൊരു പ്രകൃതമുണ്ട്, ആ പ്രകൃതിയെ അനുസരിച്ച് ചേഷ്ടതയെ പ്രവർത്തിക്കുന്നു. ഇത് ഭയങ്കര രസമാണ്. വളരെ ധനികന്മാര് പോലും മോഷണം നടത്താറുണ്ട് എന്നാണ്. അത് അവരുടെ അതുകൊണ്ട് ഏതോ ഒരു രാജാവിന്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാലോ അല്ലേ? വലിയ രാജാവാണ്, അദ്ദേഹത്തിന് സെക്രട്ടറിയെ വെച്ചിട്ടുണ്ട്, ഇദ്ദേഹം മോഷ്ടിച്ച് തിരിച്ചു കൊണ്ടു കൊടുക്കാൻ. അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ അത് ഒരാൾ കാണാതെ അദ്ദേഹം മോഷ്ടിക്കും. തളിപ്പറമ്പിൽ പോയപ്പം, ഒന്നും മോഷ്ടിച്ച കഥയല്ല, അതെ, തളിപ്പറമ്പിൽ പോയപ്പം നമ്മളോട് ഒരു ക്ഷേത്രത്തിൽ പോയി, അവിടുത്തെ മിഷൻ ഭാരവാഹികൾ കൊണ്ടുപോയതാണ്. അപ്പൊ അവിടെ 64 കലകൾ പഠിപ്പിച്ചിരുന്നു അത്രേ ആ ക്ഷേത്രത്തിൽ. അതിലൊരു കല മോഷണമാണെന്ന്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. കലയാണേ മോഷണം. മോഷണം പലപ്പോഴും ഒരു കല തന്നെയാണല്ലോ. വീട്ടിൽ പോയി, വീടിന്റെ പേരും കല എന്നായിരുന്നു, വീട്ടിലേ, വീട്ടിൽ നിന്ന് എല്ലാം മോഷ്ടിക്കപ്പെട്ട് നമ്മൾ തന്നെ അത്ഭുതപ്പെടും. നമ്മളൊക്കെ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അല്ലേ, നായ പോലും ഒരു ശബ്ദം ഉണ്ടാക്കിയില്ലല്ലോ. നായയെയും മയക്കി, വീട്ടിലെ നായരെയും മയക്കി ഭംഗിയായിട്ട് എല്ലാം അടിച്ചെടുത്തു പോയി. ഉണർന്നു കഴിഞ്ഞപ്പോഴേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. നമ്മൾ ആരും ഒരു ശബ്ദവും കേട്ടില്ലല്ലോ അല്ലേ? ഒരാളെയും ഒന്നും അറിയിക്കാതെ ഒരു വീട്ടിലെ എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു കല തന്നെയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും ഒരു കള്ളൻ കോടതിയിൽ പറഞ്ഞു, മോഷണത്തിന് ശിക്ഷിക്കപ്പെട്ടു. അപ്പോ ചോദിച്ചു കോടതി, എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ കള്ളൻ പറഞ്ഞു, എനിക്ക് മനുഷ്യരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയും. അതെന്താ? അതെ, ഞാൻ ഈ ലോക്കർ തുറക്കാൻ നേരത്ത് ഒന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പം അവിടെ ഒരു ഹേരോ മാർക്ക് ഇട്ടിട്ടുണ്ട്, വലത്തോട്ട് തുറക്കാൻ പറഞ്ഞിട്ട്. ഞാൻ വലത്തോട്ട് തിരിക്കലും സൈറനടിച്ചു. കാരണം ഇവൻ ഇത് പിടിക്കാൻ വേണ്ടി ചെയ്തു വെച്ച പണി, അത് ഞാൻ അറിയില്ലായിരുന്നു. എനിക്ക് ഇവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയും. പറഞ്ഞു വന്നത്, ഈ സ്ഥലത്ത് ക്ഷേത്രത്തില് മോഷണം പഠിപ്പിക്കുകയായിരുന്നു. അതും കലയുടെ കൂട്ടത്തില്. അതും പണ്ട്, വളരെ പണ്ട്. ഇനി ആരെങ്കിലും ആ ക്ഷേത്രത്തിൽ പോയിട്ട് അത് പഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല ചിലപ്പോ. വളരെ പണ്ട് എങ്ങനെയാ മോഷ്ടിക്കുന്നത്? അത്രേ, ആനയുടെ ചങ്ങല, ഈ ഉത്സവം നടക്കുന്ന കൂട്ടത്തില് ആനയുടെ ഈ വയറിലൂടെ ഇട്ട് കാലിലിട്ട് കെട്ടിയ ചങ്ങല ഒരാളും അറിയാതെ മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? അതാണത്രേ അതിന്റെ ഏറ്റവും വലിയ ഫൈനൽ, എന്താ പറയാ, അതിന്റെ ഗ്രാജുവേഷൻ. അതോടുകൂടി ഡോക്ടറേറ്റ് കൊടുക്കും. ഡോക്ടർ കള്ളൻ എന്ന് പറഞ്ഞിട്ട് അയാളെ പുറത്തു വിടും. അപ്പൊ അതൊക്കെ, അപ്പം പ്രകൃതിക്കനുസരിച്ച്, നമ്മുടെ പ്രകൃതത്തിനനുസരിച്ച് നാം ഓരോന്ന് ചെയ്യും. സദൃശം ചേഷ്ടതേ, പ്രകൃതിക്ക് തുല്യമായിട്ട് അതിനനുസരിച്ച്. നേരത്തെ പറഞ്ഞല്ലോ, പ്രകൃതി ഗുണത്താൽ പ്രഭാവിതമായി നാം ഓരോരുത്തരും അവശരായി നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. കാര്യതേ ഹ്യവശ കർമ്മ സർവപ്രകൃതി ജൈർഗുണൈഹി എന്ന് പറഞ്ഞുവല്ലോ. അതിന്റെ വേറൊരു, എന്താ പറയുക, അതിനെ കുറച്ചുകൂടെ വിസ്തരിക്കുകയാണ് ഇവിടെ. മാത്രമല്ല, ഭൂതാനി പ്രകൃതിം യാന്തി, ഭൂതാനി ജീവികള്, ഭൂതങ്ങള്, നമ്മളൊക്കെ തന്നെ പ്രകൃതിയെ യാന്തി പ്രാപിക്കുന്നു.
നാം പ്രകൃതിയെയാണ് പ്രാപിക്കുന്നതെന്ന് പറഞ്ഞാൽ നാം പ്രകൃതിയാണ്. നമ്മൾ ഈ പ്രകൃതി എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ ധാരണകൾ മാറി വരേണ്ടതുണ്ട്. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? കാട്, പുഴ, നദി, ഇതാണ് പ്രകൃതി. ബാക്കിയൊന്നും പ്രകൃതിയല്ലേ? എടോ, നീ തന്നെ പ്രകൃതിയാണ്. എല്ലാം പ്രകൃതിയാണ്. നമുക്കങ്ങനെയല്ല. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു പച്ച, എന്തെങ്കിലും ഒരു പച്ചിപ്പ് വേണം. ശ്യാമള, കോമള, എന്താ അതിനൊക്കെ പറയല്ലോ അല്ലേ? മഞ്ഞണിഞ്ഞ മാമരന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലോട്ടറി ടിക്കറ്റിന് അവർ ആമുഖമായിട്ട് പറയാ അങ്ങനെ. മഞ്ഞണിഞ്ഞ മാമരന്റെ മഞ്ഞുതുള്ളി വീണ കേരളത്തിൽ ഇതാ നാളെ നറുക്കെടുപ്പ്. ഒരു ശ്യാമള, കോമള എന്നൊക്കെ പറയാം. അതില്ലാതെ ഒരു സംഭവം ഇല്ല എന്ന് പറയാം. ഒരു പച്ച, ഒരു സൂര്യൻ, ഒരു ഉദയം, അസ്തമയം, ഇത് മാത്രമാണ് പ്രകൃതി. അതല്ല. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകള്, എന്റെ വികാരങ്ങള് എല്ലാം പ്രകൃതിയാണ്. അപ്പൊ പ്രകൃതിം യാന്തി, നാം പ്രാപിക്കുന്നതേ പ്രകൃതിയെയാണ്. പ്രകൃതിം യാന്തി. അങ്ങനെ നോക്കുമ്പം ഭഗവാൻ വളരെ നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. നിഗ്രഹ കിം കരിഷ്യതി, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്നുള്ളത് ചെയ്തിട്ട് കിം ഫലം, എന്ത് പ്രയോജനം മോനെ? സ്വാമി വലിയ ആശ്വാസമായിട്ടോ. ആശ്വാസമാവണം. അപ്പൊ ഒരു ബലാത്കാരവും വേണ്ട, ഒരു മസിൽ പിടുത്തവും വേണ്ട. പണി വേറെയുണ്ട്. പറഞ്ഞു തന്നിരിക്കുന്നു. ഒരിക്കലൊരു നല്ലൊരു ഉദാഹരണം കേട്ടോളൂ. ഒരിക്കലൊരു വാച്ച് മേക്കർ, വാച്ച് ഉണ്ടാക്കുന്ന ആള്, ക്ലോക്ക് ഉണ്ടാക്കുന്ന ആള്, അദ്ദേഹം ക്ലോക്ക് നിർമ്മിച്ചു. അതിനെ പൂർണ്ണ രൂപം കൊടുത്തു. അവസാനം അതിന്റെ പെൻഡുലം ഫിറ്റ് ചെയ്തു. പെൻഡുലം ഫിറ്റ് ചെയ്യാൻ പോകുമ്പോൾ പെൻഡുലം അദ്ദേഹത്തിനോട് സംസാരിച്ചു തുടങ്ങി. അയ്യോ സാറേ, എന്നെ ദയവ് ചെയ്ത് അതിൽ വെക്കല്ലേ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്താ? എനിക്ക് വയ്യ, എനിക്ക് മദ്യമായി, ഇടത്തോട്ടും വലത്തോട്ടും, ഇടത്തോട്ടും വലത്തോട്ടും, ഇടത്തോട്ടും വലത്തോട്ടും പോയി എത്ര നേരം പോയാലും ഒരു മണിക്കൂറാവുക. അയ്യോ, എത്ര മണിക്കൂർ കഴിഞ്ഞാലും ഒരു ദിവസമാവുക, എത്ര ദിവസം കഴിഞ്ഞാലും ഒരാഴ്ചയാവുക, എത്ര ആഴ്ച കഴിഞ്ഞിട്ടാ ഒരു മാസമാവുന്നത്, എത്ര മാസം കഴിഞ്ഞിട്ടാ ഒരു വർഷമാവണം, എത്ര വർഷം ഇങ്ങനെ പോണം. എന്നെ ദയവ് ചെയ്ത് എന്നെ മതിയാക്കൂ, എന്നെ മാറ്റി നിർത്തൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിനോട്, നോക്കൂ, നീ ഈ വർഷവും മാസവും ഒന്നും എണ്ണണ്ട. നീ ഇപ്പോഴുള്ള ഇതുണ്ടല്ലോ, ഒരു ടിക്ക് മാത്രം നീ ശ്രദ്ധിച്ചാൽ മതി. ഒരു ടിക്കിൽ മാത്രം നോക്കിയാൽ മതി. ബാക്കിയെല്ലാം വിട്ടേക്ക്. നീ ഭൂതം, ഭാവി ഒന്നും വേണ്ട. നീ വർഷവും അല്ല, എന്താ പറയാ, സെക്കൻഡും മണിക്കൂർ ഒന്നും വേണ്ട. ഒരു ടിക്ക്, പിന്നെ ഇങ്ങോട്ട് മാത്രം പോയാൽ മതി, ബാക്കിയൊക്കെ ശരിയായിക്കോളും എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പെൻഡുലം ടിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ടിക്ക്. ഈ ടിക്കിൽ മാത്രമാണ് അത്ര ശ്രദ്ധ. ടിക് ടിക് ടിക്. അവനതിനെ ഗണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നന്നായി മനസ്സിലാക്കണേ, അവനതിനെക്കുറിച്ച് ഇപ്പൊ പെൻഡുലം സംസാരിക്കുക എന്നൊക്കെ ചോദിച്ചാൽ പോയി എവിടെയും നമ്മൾ എത്തില്ല. അതെ, ഒരു പെൻഡുലായി നമ്മൾ നിന്ന് നോക്കുക. ഈ കാലത്തെ നിർണയിക്കുന്ന ആ പെൻഡുലം ഉണ്ടല്ലോ, ആ പെൻഡുലം ചെയ്യുന്നത് എന്താ? വെറും ടിക് 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 ടിക്. അതിൽ മാത്രമാണ് അതിന് ശ്രദ്ധ. അപ്പോഴോ അതാണ് നിഗ്രഹം. അതിലൊരു എന്താ പറയാ, മസിൽ പിടുത്തമില്ല എന്ന് പറയാ. അതതിനെ ഓവർകം ചെയ്യല. അത് മണിക്കൂറിനെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ അതിന് ബലമായിട്ടുള്ള നിഗ്രഹിക്കൽ ആവശ്യമായി വരും. അത് മാസത്തെക്കുറിച്ച് ഓർക്കുമ്പം, വർഷത്തെക്കുറിച്ച് ഓർക്കുമ്പം, സംവത്സരങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അതിന് ഭ്രാന്ത് പിടിക്കും. ടിക് 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 ആണെങ്കിലോ അത് പ്രസന്റിൽ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ചോദിക്കുന്നു, നിഗ്രഹ കിം കരിഷ്യതി, ഇന്ദ്രിയ നിഗ്രഹം എന്ത് ചെയ്യും? അതുകൊണ്ട് നീ അങ്ങനെ അതിനെക്കുറിച്ച് എന്താ, അങ്ങനെ ഇന്ദ്രിയങ്ങളെ ബലാത്കാരമായി നിഗ്രഹിക്കുന്ന ഏർപ്പാടുകൾക്കൊന്നും പോണ്ട. ഭഗവാൻ ഇതാ വിസ്തരിക്കണം, നമ്മളോട് പറയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹ വചനങ്ങളാണ്. അങ്ങനെ തന്നെ എടുത്തോളണം. ഇതൊക്കെ വലിയ സമാശ്വാസം നൽകുന്നതാണ്. ആരെങ്കിലുമൊക്കെ ചിലപ്പം സ്വാമി തന്നെ പറഞ്ഞാലും നിങ്ങൾക്ക് ബോധ്യമാവില്ല. അങ്ങനെ ബലം കൊടുക്കണ്ട എന്ന് പറഞ്ഞാലും, അയ്യോ സ്വാമി അതൊക്കെ സ്വാമി പറയും. ഇതേ ഭഗവാനാ പറയുന്നത്. അടുത്തതും കൂടെ കേട്ടു നോക്കൂ എന്താ പറയണത് എന്ന്. കാരണം നമ്മളെ അറിയാം ഭഗവാന്. എന്തുകൊണ്ട്? നമ്മളെ സൃഷ്ടിച്ചതേ അദ്ദേഹമാണ്. അതുകൊണ്ടല്ലേ ഒരു അമ്മൂമ്മ ഒരിക്കല് ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പം ആ അമ്മൂമ്മ രാത്രി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന്. എന്നിട്ട് ചോദിച്ചു, എന്താ അമ്മൂമ്മയെ വേണ്ടത്? എന്റെ
മകളുടെ മകനെ പരീക്ഷയിൽ പാസ്സാക്കണം എന്ന് പറഞ്ഞു. അവൻ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുക. അപ്പൊ ചോദിച്ചു, അതിനെന്തെങ്കിലും എനിക്കെന്താ 1 രൂപയ്ക്ക് ഞാൻ പായസം കഴിച്ചിട്ടുണ്ട്. അയ്യോ അമ്മേ, 1 രൂപയുടെ പായസത്തിന്റെ കണക്ക് വെച്ച് 1 രൂപയുടെ ഇതാണ് എങ്കിൽ അതിനേക്കാൾ ധനം തന്നിട്ട് നൈവേദ്യം അർപ്പിച്ചവർ വേറെ ഉണ്ടല്ലോ അമ്മേ. അപ്പൊ ഞാൻ എന്താ ചെയ്യുക അവരോട്? അയ്യോ ഭഗവാനെ, ആ ധനികന്മാരെ പോലെ അല്ലല്ലോ, അവരുടെ 1 ലക്ഷത്തിന് സമാണ് എന്റെ 1 രൂപ എന്ന് പറഞ്ഞു. അയ്യോ അമ്മ, അങ്ങനെയാണെങ്കിൽ 25 പൈസയൊക്കെ ഇട്ടവരുണ്ട്, 10 പൈസയും ഒക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിലോ? അമ്മ പറഞ്ഞു, എന്തെങ്കിലും ആയിക്കോളൂ, നിങ്ങൾ എന്താ വെച്ചാ നിങ്ങളുടെ ഇഷ്ടം നടത്തിക്കോളൂ, എനിക്കൊന്നും പറയാനില്ല. എന്നാ അതങ്ങോട്ട് പറയും, എന്നാ ഞാൻ ആയിക്കോളാന്ന് പറയാം. അപ്പം നമ്മളെ സൃഷ്ടിച്ചതേ അദ്ദേഹമാണ്. അദ്ദേഹത്തിന് അറിയാം നമ്മുടെ എല്ലാ ചേഷ്ടകളും. അതുകൊണ്ട് നമ്മളോട് അങ്ങേയറ്റത്തെ അനുഗ്രഹവും സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളോട് പറയുന്നു എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇന്ദ്രിയസ്യേന്ദ്രിയസ്യാർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോർന വശമാഗച്ഛേത് തൗ ഹ്യസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യ അർത്ഥേ രാഗദ്വേഷൗ വ്യവസ്ഥിതൗ തയോഹോ ന വശം ആഗച്ഛേത് തൗ ഹി അസ്യ പരിപന്ഥിനൗ. ഇന്ദ്രിയസ്യ അർത്ഥേ, ഓരോ ഇന്ദ്രിയങ്ങളും അതാത് ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ച, കാതിന് കേൾവി, നാസികയ്ക്ക് ഗന്ധം, ഇങ്ങനെ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധ വിഷയങ്ങളിൽ അതത് ഇന്ദ്രിയങ്ങൾ, ഇതിൽ കാണുന്ന പിറകിൽ കാണുന്ന കുതിരകളും കുതിരകളുടെ വിഷയങ്ങളും റോഡുകളും, ആ റോഡിലൂടെ കുതിര എങ്ങനെ പോകും പറയുന്നു. അതിൽ രാഗദ്വേഷവും വ്യവസ്ഥിതവും, അതിൽ എന്തുണ്ട്? രാഗവും ദ്വേഷവും. അപ്പൊ ഈ വിഷയത്തിൽ കാര്യത്തില് രാഗം ദ്വേഷം, അനുകൂലമായ സാഹചര്യത്തോട് നാം പ്രതികരിക്കുന്നതിനെയാണ് രാഗം എന്ന് പറയുക. സംഗീതത്തിലെ ഏതെങ്കിലും രാഗമല്ല, അനുകൂലമായിട്ട് നാം പ്രതികരിക്കും രാഗം. പ്രതികൂലമായിട്ടുള്ള പ്രതികരണമാണ് ദ്വേഷം. ഈ അനുകൂല പ്രതികൂല പ്രതികരണമാണ് നമ്മുടെ ഉള്ളിൽ വീഴ്ത്തുന്ന പാടുകൾ. അതാണ് ഈ സംസ്കാരമൊക്കെ ഉണ്ടാക്കുന്നത്. അതാണ് ജന്മത്തിന് ഹേതുവാകുന്നത്. നാം അനുകൂലം പ്രതികൂലം. ഹായ് എന്ന് പറയുമ്പോൾ അനുകൂലമാണ്, അപ്പൊ ഉള്ളിൽ അവിടെ ഒരു വര വരയ്ക്കും, ഹായ് എന്നതിന്റെ വര. ഓ എന്നുള്ളതിന് അതും വരയ്ക്കും, രണ്ടും വരയ്ക്കും. ഇത് അനുകൂല പ്രതികൂല പ്രതികരണങ്ങള്, ഇഷ്ടാനിഷ്ടങ്ങള്, ഈ ദ്വന്ദ്വങ്ങള് വ്യവസ്ഥിതങ്ങളാണ്. ഇതൊരു സത്യമാണ്. പക്ഷേ എന്തു വേണം? തയോഹോ എന്ന് പറഞ്ഞാൽ രാഗദ്വേഷവും ഇഷ്ടാനിഷ്ടവും, ഇഷ്ടാനിഷ്ടങ്ങളില് ഈ രാഗദ്വേഷങ്ങളില് വശം നഗച്ഛേത്, അതിന്റെ പിറകെ പോകരുത്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ദ്രിയങ്ങൾ പോയിക്കോട്ടെ, പക്ഷെ രാഗദ്വേഷത്തിന്റെ പിറകെ പോകരുത്. എന്തൊരു മനോഹരമായ ഒരു നിർദ്ദേശമാണ്. മനസ്സിലാക്കാൻ ഇങ്ങനെ ധ്യാനത്തിൽ വെച്ച് ഇങ്ങനെ ധ്യാനം എന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചു മനസ്സിലാക്കുക. ഇന്ദ്രിയങ്ങളുടെ വഴിക്ക് പോട്ടെ, അതിലുണ്ടാകുന്ന രാഗദ്വേഷങ്ങളിൽ നാം പോകരുത്. ഇതിന് എന്തെങ്കിലും പറഞ്ഞാൽ അത് കുറച്ച് അബദ്ധമായി പോകും. അതുകൊണ്ട് സ്വാമി ഒന്നും പറയുന്നില്ല. അതില് ഒരു കഥ വേണമെങ്കിൽ പറയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പം. സ്വാമിയുടെ തന്നെ കേട്ടിട്ടുണ്ടാവും, TV-യിലായിരിക്കും, നേരിട്ട് കേട്ടിട്ടുണ്ടാവില്ല. ചിലപ്പോ TV-യിൽ സിനിമ കാണുന്നതും നേരിട്ട് തിയേറ്ററിൽ പോയി കാണുന്നതും വ്യത്യാസമില്ല. ഒരിക്കലൊരു സന്യാസി, അദ്ദേഹം നടന്നു പോവുക, രാത്രി ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു. അപ്പോ വെറും ഒരു ചെറിയ മുറിയുള്ള വീടാ, വലിയ കുറെ മുറികളൊന്നുമില്ല, വിസ്തരിച്ച മുറിയൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് അന്ന് അവിടെ അന്തി ഉറങ്ങണം. ഈ ആഗ്രഹത്തെ അദ്ദേഹം പ്രകടിപ്പിച്ചു. അവരും ഇദ്ദേഹത്തിന് ശരി, ഒരു മഹാത്മാവല്ലേ, വരട്ടെ, കടന്നു പോട്ടെ എന്നായി. ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പൊ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട് എന്ന് 3 കുട്ടികളുണ്ട് ആ വീട്ടില്. കുട്ടികൾ മനസ്സിലാക്കി. അപ്പൊ ചെറിയ ചിടുങ്ങൻ
അമ്മയോട് ഉറങ്ങണം, കിടക്കണം എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ അവനെ അമ്മ ആ കട്ടിലിൽ കിടത്തി. അപ്പൊ ഒരു കട്ടിലേ ഉള്ളൂ, വേറെ മുറി അങ്ങനെയൊന്നുമില്ല, ഇതേ ഉള്ളൂ. പിന്നെ ഉമ്മറം അത്രയേ ഉള്ളൂ. പിന്നെ അപ്പൊ അമ്മ എന്ത് ചെയ്തു? അവന് കട്ടിൽ വിരിച്ചു കൊടുത്തു. എന്നിട്ട് ആദ്യം ആ കുട്ടിയെ കിടത്തി ഉറക്കി, എന്നിട്ട് അതിൽ കൊണ്ടുപോയി കിടത്തി. കുറച്ച് കഴിഞ്ഞിട്ട് അവനാദ്യം ചാടി കയറിയതാ കട്ടിൽ. അവൻ ആർക്കെങ്കിലും എടുക്കണ്ടെന്ന് വിചാരിച്ച അവൻ അതിൽ ചാടി കയറി ഉറങ്ങി. അപ്പൊ അവനെ എന്ത് ചെയ്തു? അമ്മ വേറൊരു തുണി വിരിച്ചിട്ട് മെല്ലെ എടുത്തിട്ട് അവിടെ കിടത്തി. അപ്പൊ അടുത്തവനും ചാടി കയറി ഉറങ്ങി. അമ്മ എന്ത് ചെയ്തു? അതിനെ എടുത്തു കിടത്തി. കുറച്ചു കഴിഞ്ഞപ്പോ മറ്റവനും കയറി കിടന്നു. അവനെ അമ്മ എടുത്തു കിടത്തി. എന്നിട്ട് കട്ടിൽ വിരിച്ചിട്ട് സ്വാമിയോട് പറഞ്ഞു, കിടന്നോളൂ. സ്വാമി പറഞ്ഞു, ആ വിരി തന്ന ഞാൻ നേരിട്ട് കിടന്നോളാം. കാരണം ഇത്രയും സംഗതി കണ്ടിട്ടുണ്ട്. പാവം അമ്മ. അതുകൊണ്ട് ഞാൻ നേരിട്ട് ഡയറക്റ്റായിട്ട് കിടന്നോളാം, ഇത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ട. തയോഹോ വശം അകച്ചേത്, അതിന്റെ വശത്തില് പോണ്ടാന്ന് പറയാം. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു നിലനിൽപ്പ്, രാഗദ്വേഷങ്ങളിൽ നാം പോകരുത്. ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇതം സർവം ഈശാവാസ്യം എന്ന് നമ്മുടെ അടിസ്ഥാനമായ പ്രമാണം വെച്ച് ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പം എല്ലാം ഈശ്വരനാണെന്ന് അറിഞ്ഞാൽ എന്താ കുഴപ്പം എന്നുള്ളൊരു സംശയമൊക്കെ ചോദിക്കേണ്ടായല്ലോ. ഇവിടെ വെച്ച് അത് മനസ്സിലാക്കിയാൽ നല്ലതാ. കാരണം നമ്മുടെ മനസ്സ് എവിടെയാണോ പോകുന്നത് അവിടുന്ന് മനസ്സിനെ പിടിച്ചു വലിച്ച് പ്രയാസപ്പെട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് പകരം ആ പോയിട്ടുള്ള ഇടം അത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. വലിയൊരു മാറ്റം ഉണ്ടാവും. അത് അരുതാത്തടുത്താണ് പോയത് എന്ന് കരുതുന്നതുകൊണ്ട് അരുതാത്തടുത്താണ് പോയത് എന്ന് കരുതുന്നതാ കുഴപ്പം. അപ്പൊ എവിടെ മനസ്സ് പോകുന്നുവോ ആ മനസ്സിന് പോകാനുള്ള ഇടമെല്ലാം എന്താ? അത് ഇതാണ്, ഇതേ ഉള്ളൂ, ഇവിടെ വേറെ ഒന്നുമില്ല എന്നറിഞ്ഞാലോ ഈ രാഗദ്വേഷത്തിന്റെ വഴിയിൽ പോവില്ല. ആലോചിക്കൂ. മനസ്സ് എവിടെ വേണമെങ്കിലും പോട്ടെ, ആ പോകുന്നതൊക്കെ എവിടെയാണ്? ഇതിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയമില്ലാതിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ ഓരോ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നിൽ രാഗദ്വേഷമുണ്ടോ? ഞാൻ ആ വഴിയിലാണോ പോണത്, ഈ വഴിയിലാണോ പോണത്? എവിടെ വേണമെങ്കിൽ പോട്ടെ, അലയട്ടെ അവർ. പക്ഷേ ഓർക്കുക, ഇതം സർവം ഈശാവാസ്യം, അതിലെങ്ങനെ പോട്ടെ. അത് പട്ടം പറപ്പിക്കുന്ന കണ്ടിട്ടില്ലേ? പട്ടം നൂല് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടാവില്ല. പക്ഷെ ഒരു കൈ എവിടെയോ ഉണ്ട്, എന്നാൽ അതെങ്ങനെ പോയിക്കോളും. അതുപോലെ ഈശാവാസ്യം ഇതം സർവം എന്ന നൂലില് വെച്ച് നമ്മുടെ മനസ്സാകുന്ന പട്ടത്തെ പറപ്പിച്ചോളൂ. പോട്ടെ, അതങ്ങനെ പൊങ്ങി പൊങ്ങി പോട്ടെ, ഒന്നുകൊണ്ട് ചിന്തിക്കണ്ട. അതല്ലെങ്കിൽ പട്ട അവിടെ കുടുങ്ങുമോ ഇവിടെ കുടുങ്ങുമോ അത് ഒന്നും ചിന്തിക്കണ്ട, പോങ്ങട്ടെ, പറക്കട്ടെ.